Hi guys, back to my channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ് ആയിരുന്നു. ഇനി നമ്മളെ ഒരു പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക് ഫംഗ്ഷൻസ് ആൻഡ് ക്ലാസ്. അപ്പോൾ ആദ്യം നമ്മൾ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യും, അടുത്ത വീഡിയോയിൽ ക്ലാസ്സും ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബ്ലോക്ക് ഓഫ് കോഡ്. ബ്ലോക്ക് ഓഫ് കോഡ് പറഞ്ഞാൽ ഒന്നിലധികം കോഡുകൾ കൂട്ടി വെച്ച ഒരു സെറ്റ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു സ്പെസിഫിക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൾട്ടിപ്പിൾ ലൈൻ ഓഫ് കോഡ് ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ കൺഫ്യൂഷൻ ക്ലിയർ ആവും. ഞാൻ അടിയിൽ എഴുതിച്ചിട്ടുണ്ട്, ഒരു കോഫി മെഷീൻ ഉണ്ട് വിചാരിച്ചോ. ഈ കോഫി മെഷീനിൽ നമ്മൾ കോഫിക്കുള്ള ബട്ടൺ വെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കോഫി ഉണ്ടാക്കിയാണ് നമ്മൾ ക്ലാസ്സിലോട്ട് ഒഴിച്ചു തരുന്നത്. അപ്പൊ എന്തായി, നമ്മൾ വീണ്ടും ബട്ടൺ വെക്കിയാൽ വീണ്ടും നമുക്ക് ഈ പ്രോസസ്സ് നടന്നാണ് കോഫി കിട്ടും. നോർമൽ നമ്മൾ വീട്ടിൽ കോഫി എന്താ പറയുക, നോർമൽ കേസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് വെള്ളം ഒരു പാത്രം എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കി അത് തിളച്ചു വരുമ്പോൾ പഞ്ചസാര ഇട്ട് കോഫി പൊടി ഇട്ട് അങ്ങനെയൊക്കെ കോഫി ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പൊ എത്ര ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ ഈ ഒരു പ്രോസസ്സിനെ അവരൊരു മെഷീൻ്റെ ഉള്ളിൽ ഒരു ഫങ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് എന്താ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ ഈ ഫംഗ്ഷൻ, ഈ കോഫി മെഷീൻ ഫംഗ്ഷൻ ആയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കോഫി ഇങ്ങോട്ട് വരുന്നു, ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കോഫി വരുന്നു. അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ ചിന്തിച്ചാൽ അപ്പൊ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാക്കുക, ആദ്യം വെള്ളം എടുക്കുക, വെള്ളം ചൂടാക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ചായ കറക്റ്റ് റോളും നോർമലി ചായ, കോഫി പൊടി, പഞ്ചസാര, പാല് ഇതൊക്കെ മിക്സ് ചെയ്യുക. ഈ പ്ലാൻ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ, ഇതാണ് ഫംഗ്ഷൻ. ഇനി അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കോഡുകൾ ഒഴിവാക്കും. എക്സാമ്പിൾ, നമുക്ക് ഒരു നെയിം ഉണ്ട്. ഇപ്പൊ ഞാൻ റിയൽ കേസിന് പറഞ്ഞില്ല, ആ നെയിം അല്ല, ഒരു മൊബൈൽ നമ്പർ നമ്മളെ പ്രൊജക്ടിന്റെ ഉള്ളിലോട്ട് പുറത്തുനിന്ന് വരികയാണ്. ആരെങ്കിലും യൂസർ ഗെറ്റ് ഇൻ ടച്ചിന് കൊടുത്ത് മൊബൈൽ നമ്പർ അടിച്ച് സബ്മിറ്റ് ചെയ്യണം. അവിടെ അവർ തോന്നിയമാതിരി നമ്പർ ചെയ്യും. അപ്പൊ നമ്മളെടുത്ത നമ്പർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ നമ്പറിനൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്ത് അതിന്റെ കറക്റ്റ് നമ്പർ ഫോർമാറ്റ് ആണോ, അതിൽ വേറെ എന്തെങ്കിലും കോഡ് ഉണ്ടോ, അത് എത്ര ഡിജിറ്റ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ വേറൊരു സ്ഥലത്തും ഇതുപോലൊരു നമ്പർ ചോദിക്കുന്നുണ്ട്, വേറൊരു സ്ഥലത്തും ഇതുപോലെ നമ്പർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ മൂന്ന് സ്ഥലത്തും നമ്പർ ചോദിക്കുമ്പോൾ നമ്മൾ ആ കോഡ് ഇങ്ങനെ ഇരുന്ന് എഴുതുക, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം. അത് റൈറ്റ് ആണോ? അല്ല, അത് നമ്മളെ പ്രിൻസിപ്പിൾസിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വെക്കും. നെയിം വന്നാൽ എന്താ ഫോർമാറ്റ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെറ്റ് ചെയ്യും. ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഫോർമാറ്റ് നെയിം ആയിട്ട് വിളിക്കും, മൊബൈൽ നമ്പർ ഇട്ട് കൊടുക്കും. ഫോർമാറ്റ് നെയിം വിളിക്കും, നമ്പർ ഫോർമാറ്റ് നെയിം നമ്പർ ഇട്ട് കൊടുക്കും. അപ്പൊ ഈ ഒരു പരിപാടി, ഇതാണ് ഫംഗ്ഷനോടുള്ള ഒരു ഉപകാരം. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ റിപ്പീറ്റഡ് കോഡിങ്. പിന്നെ നമ്മളെ കോഡൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും, നല്ല ഓർഗനൈസ്ഡ് ആയിരിക്കും. പിന്നെ നമുക്ക് എന്താ പറയുക, ഡീബഗ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നതാണ് ആ ഫംഗ്ഷനിൽ പോയി ചേഞ്ച് ചെയ്താൽ മതി. നമ്മൾ പോയിട്ട് മൂന്ന് സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ സാധനം ആഡ് ചെയ്യുക, ഇവിടെ ഒരു സാധനം ആഡ് ചെയ്യുക, അവിടെ ഒരു സാധനം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താ പറയുക, ഫംഗ്ഷനിലോട്ട് പോവുക, അവിടെ അപ്ഡേറ്റ് ചെയ്യുക. ഈ മൂന്ന് സ്ഥലത്ത് കോൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഫംഗ്ഷൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സിൻടാക്സ് സിമ്പിൾ ആണ്. ഡഫ് എന്നൊരു കീവേഡ്, ഇത് അങ്ങനെ തന്നെ ഉണ്ട്, ഓർത്ത് വെച്ചു, വേറൊന്നും ആലോചിക്കാനില്ല. ഫംഗ്ഷന് പൈത്തണിൽ എഴുതുമ്പോൾ ഡഫ് കീവേഡ് മസ്റ്റ്. സ്പേസ് ഇടുക, നമ്മൾ ഈഫ്, എൽസ് എന്നൊക്കെ പറഞ്ഞ മാതിരി, എന്താ പറയുക വയല്, ഫോർ എന്നൊക്കെ പറഞ്ഞ മാതിരി ഡഫ് സ്പേസ് ഇടുക, ഫംഗ്ഷന്റെ നെയിം എഴുതുക. ഫംഗ്ഷൻ നെയിം നമുക്ക് എന്താ പറയുക കുറച്ച് ലെങ്ത് ഉള്ളതൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക അണ്ടർസ്കോർ ഇട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും ഫംഗ്ഷന്റെ നെയിം പൈത്തണിൽ എഴുതുന്നതിന്റെ ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്നൊക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നോർമലി നമ്മൾ പറയുന്നതാണ് ഫംഗ്ഷൻ എഴുതുന്ന സമയത്തും ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാരന്റിസിസ് എഴുതുന്നത്. അപ്പോൾ ഒരു ഡബിൾ പാരന്റിസിസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോളൻ ഇടുക. ഇത് അതിന്റെ സിൻടാക്സ് ആണ്, ഇത് എങ്ങനെ വന്നതെന്ന് ആലോചിക്കേണ്ട, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ ഡഫും ആ പാരന്റിസിസും കോളനും മസ്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യണം. ആ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. ഇഷ്ടമുള്ള ഇടുമ്പോൾ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതൊരു സ്മോൾ ലെറ്ററിൽ എഴുതുക, അതേമാതിരി അതിനൊരു അണ്ടർസ്കോർ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യുക. വലിയ നെയിമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക നെയിം ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് നെയിം അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഒന്നിച്ച് എഴുതുമ്പോൾ അതൊരു വായിക്കാൻ ഭയങ്കര റീഡബിലിറ്റി ഇഷ്യൂ ഇല്ല. നേരെ മറിച്ച് ഫോർമാറ്റിംഗ് അണ്ടർസ്കോർ നെയിം ഈസി ആയിട്ട് മനസ്സിലാക്കും. അപ്പം അങ്ങനത്തെ കുറേ ലോജിക്ക്. പിന്നെ നമ്മൾ സിമ്പിളായിട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം, ഡഫ് ഗ്രീറ്റ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളെ എന്താ പറയുക നമ്മളെ പ്രൊജക്റ്റിലോട്ട് അല്ലേ വേണ്ട, നമ്മളൊരു ഹോട്ടലിലാണ്, നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അയാളെ ഗ്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോബോട്ടിനെ ഉണ്ടാക്കി വെച്ചു. സിമ്പിൾ ആയിട്ട് പറയാം, ആ റോബോട്ടിനുള്ളിൽ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല, ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ റോബോട്ട് ഡിറ്റക്ട് ചെയ്യും, അപ്പം തന്നെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഞാനൊരു ഫേക്ക് ആയിട്ടുള്ളൊരു റിയൽ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, റോബോട്ടൊക്കെ വേറെ പലതരത്തിൽ ചെയ്യുന്നതാണ്. അപ്പം എന്തായി, ആരെങ്കിലും വന്ന് ഡിറ്റക്ട് കഴിഞ്ഞാൽ റോബോട്ട് ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് വിളിക്കും. ഗ്രീറ്റിന് ഫംഗ്ഷൻ എന്താ പറയും,
പ്രിന്റ് ഹലോ. അപ്പൊ ഹലോ, ഹായ്, ഹലോ, ഹലോ, വെൽക്കം, അതാണ് പറയും, ആ മെഷീനായിട്ട് പറയും. അപ്പൊ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡഫ് ഗ്രീറ്റ്, ഡഫ് എന്ന് പറഞ്ഞ നമ്മളെ കീവേഡ്, ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നെയിം, പാരന്റസിസ് ഓപ്പൺ ക്ലോസ്, അതിനുശേഷം കോളർ ഇട്ടിട്ട് പ്രിന്റ് ഹലോ വേൾഡ്, അത് ഫംഗ്ഷൻ. അതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് എഴുതാം, അതിനൊരു ഒരു ഒരു എന്താ പറയുക ബ്ലോക്ക് ഓഫ് കോഡിൽ ഒരു മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതുകയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ളിൽ എന്ത് എഴുതാനുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ അതിനുള്ളിൽ നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ അടിയിൽ എവിടെയെങ്കിലും പോയിട്ട് ഈ ഫംഗ്ഷനുള്ള ഒരു ഫംഗ്ഷൻ കണക്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമായിരിക്കണം. വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഫംഗ്ഷൻ ചെയ്തിട്ട് വേറെ എവിടെയോ പോയിട്ട് ഗ്രീറ്റ് വിളിച്ചു കഴിഞ്ഞാൽ പൈത്തൺ അറിയില്ലല്ലോ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും അതുകൊണ്ടുള്ള ബന്ധം. ആ ഒരു കാര്യം മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഈ ഗ്രീറ്റിനാണ് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടും. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഡഫ് ഗ്രീറ്റ്, ഞാൻ പറയാം ഡഫ് ഗ്രീറ്റ് എന്ന് പറഞ്ഞതിൽ ഞാൻ പറയുന്നത് എന്താ പറയാ, സമ്മ് ടു സമ്മിനുള്ള കീവേഡ് എഴുതരുത്. സമ്മ് ഒരു കാര്യം ജസ്റ്റ് മെസ്സേജ് തന്നു, കമന്റ് ഇട്ടാലും മതി, ഞാൻ പറഞ്ഞിരുന്നത്. സമ്മിങ് ഇട്ടിട്ട് ഇതൊന്നും ആക്ച്വലി ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് പ്രിന്റിന്റെ ഉള്ളിൽ കൊണ്ട് എഴുതിയാൽ മതി. ചുമ്മാ എഴുതിയുള്ള എന്തും നമുക്ക് ഇതിനുള്ളിൽ എഴുതാന്ന് പറയാൻ വേണ്ടി. ഇത് റൺ ചെയ്തിട്ടൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഒന്ന് നോക്കാം, നമ്മൾ ഡഫ് ഗ്രീറ്റ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സമ്മിങ്ങിനുള്ളിൽ 1+2 എഴുതിയിട്ട് പ്രിന്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് വരുന്നില്ല. അപ്പൊ ഇതെന്താ കാര്യം, അപ്പൊ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോഫി മെഷീൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും കോഫി വരൂല, ഈ ഫംഗ്ഷൻ ഒരിക്കലും വിളിക്കപ്പെടൂല. കോഫി വരണമെങ്കിൽ നിങ്ങൾ പോയി ബട്ടൺ വെക്കണം. ബട്ടൺ വെക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് കോഫി വേണം ആ മെഷീനോട് പറഞ്ഞു കൊടുക്കുക. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഫംഗ്ഷൻ വിളിക്കണോ ഉള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അപ്പൊ ഈ ഫംഗ്ഷൻ ഇവിടെ കിടന്നിട്ട് നിങ്ങൾ ഇതിനെ പുറത്ത് പോയിട്ട്, ഫംഗ്ഷനുള്ളിൽ വിളിക്കരുത്, പുറത്ത് പോയിട്ട് ഗ്രീറ്റിന് വിളിച്ചു. അപ്പൊ എന്തായി, ഫംഗ്ഷന്റെ പേര് കൊടുക്കുക, നമ്മളെ നോർമലി നമ്മളെ ഇൻഡ്, ഫ്ലോട്ട്, അഡിക്ഷൻ, ഡിക്റ്റ്, അങ്ങനെ എല്ലാ ഫംഗ്ഷൻ അതുപോലത്തെ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താണ്. അവിടെയൊക്കെ വിളിക്കുമ്പോൾ ഇതുപോലത്തെ ഫംഗ്ഷൻസ് ആണ് അവരെ കോൾ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ എന്താ ചെയ്ത്, ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഗ്രീറ്റ് കോൾ ചെയ്തു. അപ്പൊ എന്താ ഇവിടെ 3 വന്നു, 2 1 കൂട്ടിയിട്ട് സമ്മിങ്ങിൽ വെച്ചിട്ട് പ്രിന്റ് ചെയ്തു. നമുക്ക് ആക്ച്വലി ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇതിനുള്ളിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇതിന്റെ ആവശ്യമില്ല, ഇവിടെ പ്രിന്റ് 1 2 ഗ്രീറ്റ് ചെയ്ത്, ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ അത് ക്ലിയർ ആയി. ഫംഗ്ഷൻ വിത്ത് 1 ഇൻപുട്ട്. ഇനി ഫംഗ്ഷൻ നമുക്ക് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞു, കുറച്ചുകൂടി ഇങ്ങനെ അതിനെ പറ്റി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം. അപ്പൊ ഫംഗ്ഷനിലോട്ട് നമ്മളൊരു ഇൻപുട്ട് പാസ് ചെയ്യണം, നെയിം. എറർ അടിച്ച് എന്താ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നെയിം എന്ന് പറഞ്ഞത് നോട്ട് ഡിഫൈൻഡ് ആണ്. നമ്മളിവിടെ നെയിം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നെയിം ഡിഫൈൻഡ് അല്ലാന്ന് പറഞ്ഞു. അപ്പൊ അതിന് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ നെയിമുകൾ എഴുതുമ്പോൾ ആ നെയിമിനെ ഇവിടെ റിസീവ് ചെയ്യാൻ ഈ ഫംഗ്ഷനും കൂടെ അക്സെപ്റ്റ് ചെയ്യണ്ടേ. അല്ലാതെ ഫംഗ്ഷന്റെ ഉള്ളിലോട്ട് ചുമ്മാ എന്തെങ്കിലും ഇട്ടിട്ട് കാര്യമില്ല. ഫംഗ്ഷനും പറയണം അത് എനിക്ക് ആവശ്യമുള്ളതാണ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, തന്നാണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യാത്തൊരു സാധനം എനിക്ക് വേണ്ട. ഫംഗ്ഷന്റെ കേസിൽ ഫംഗ്ഷൻ അങ്ങനെ, ഞാൻ റിക്വസ്റ്റ് ചെയ്ത സാധനം മാത്രമേ വേണം. റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ പറയും എനിക്ക് എന്താ വേണ്ടത്. ഫംഗ്ഷൻ പറഞ്ഞ് എനിക്ക് നെയിം വേണം. അപ്പൊ നമ്മള് എന്താ പറയാ, റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ അടിക്കുക. എന്തുകൊണ്ട് എറർ അടിക്കുന്നത് നോക്കാം. ഗ്രീറ്റിന്റെ ഉള്ളിൽ നെയിം കൊടുത്ത് ഓക്കെ, നമ്മള് ഇങ്ങനെ കൊടുക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, എനിക്ക് ഇത് ഡൗട്ട് വന്നിട്ടുണ്ടോ, അപ്പൊ അങ്ങനെയല്ലേ അതാണെങ്കിൽ ആദ്യം വന്ന എറർ എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു, മിസ്റ്റേക്ക് വരും ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ബഗ്സ് നോർമൽ വരാൻ കയറുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി റൺ ചെയ്തു, അപ്പോൾ അത് പ്രിന്റ് ആയി. ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്തു നെയിം നോട്ട് ഡിഫൈൻഡ്. എന്താ ചെയ്യുക വെച്ചാൽ നെയിം ഡിഫൈൻ ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ നെയിം പറയാൻ പറ്റില്ല. നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയാ, ഇപ്പോ ശരി ഇപ്പൊ നെയിമിനെ ഡിഫൈൻ ചെയ്തിട്ടില്ലാണ് പറഞ്ഞത്. നെയിമിന് ഡിഫൈൻ ചെയ്തു, നെയിം വന്നു, പ്രിന്റ് ചെയ്തു. ഇപ്പൊ വന്ന എററാണ് ഞാൻ പറയാൻ പോയിരുന്നത്, അവിടെ ചെറിയ കൺഫ്യൂഷൻ മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ ഗ്രീറ്റ് ടേക്ക് 0 പൊസിഷണൽ ആർഗ്യുമെന്റ്. ഈ പൊസിഷണൽ ആർഗ്യുമെന്റ് ഇപ്പം മറന്നാണ്, ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഗ്രീറ്റ് ടേക്ക് 0 ആർഗ്യുമെന്റ് ബട്ട് ഇറ്റ് വാസ് ഗിവൺ 1. അപ്പൊ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വരുന്ന സാധനത്തിന് നമുക്ക് ആർഗ്യുമെന്റ് എന്ന് പറയാം. അത് ആക്ച്വലി ആർഗ്യുമെന്റ് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട്,
ഇപ്പൊ തൽക്കാലം അത് ആർഗ്യുമെന്റ് ആയിട്ട് മനസ്സിലാക്കിയപ്പോൾ ബാക്കി നമുക്ക് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇതാണ് ആർഗ്യുമെന്റ് നെയിം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഗ്രീറ്റ് ഫംഗ്ഷൻ. ഗ്രീറ്റ് ഫംഗ്ഷൻ പറഞ്ഞാൽ ഇതല്ല, ഇതാണ് ഗ്രീറ്റ് ഫംഗ്ഷൻ. ഇത് ഗ്രീറ്റ് കോൾ ചെയ്യുന്ന സമയത്ത് ടേക്ക് 0 പൊസിഷണൽ ആർഗ്യുമെന്റ് ബട്ട് വാസ് ഗിവൺ. ഒന്ന് കൊടുത്ത് ഇവർ ആക്ച്വലി ഇവിടെ ഈ ഫംഗ്ഷൻ, ഈ ഗ്രീറ്റ് പറഞ്ഞ ഫംഗ്ഷന് ഒരു ആർഗ്യുമെന്റ് എടുക്കൂല. കാരണം എന്താ? ഇവിടെ എടുക്കൂല എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇവിടെ ആണെങ്കിൽ എടുക്കണോ എടുക്കണ്ടേ നമ്മൾ ഇവിടെ പറയേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ അത് കൊടുത്തു. ഇനി ഇവിടെ അത് കൊടുത്തു. ഇപ്പൊ എന്താ? ഇന്റെ ഫംഗ്ഷൻ ഒരു ആർഗ്യുമെന്റ് ആസ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്റെ ഫംഗ്ഷൻ ഒരു ആർഗ്യുമെന്റ് വേണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കൽ എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗ്രീറ്റ് ഫംഗ്ഷൻ മിസ്സിംഗ് വൺ റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെന്റ്. ഈ ഒരു ഫംഗ്ഷൻ റിക്വസ്റ്റിംഗ് ഫോർ വൺ ആർഗ്യുമെന്റ്, ദാറ്റ്സ് എ കമ്പൽസറി. നെയിം എന്ന ആർഗ്യുമെന്റ് വേണം എന്ന് ഈ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പാസ് ചെയ്യൽ നമ്മൾ ആവശ്യമുണ്ട്. അപ്പൊ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല. ഇനി പ്രിന്റ് നേരെ എന്താ പറയാ, നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല. 3 വന്നിട്ട് സലീം വന്നു. അപ്പൊ എന്താ? ഈ സലീം എന്ന് പറയുന്നത് നെയിമാണ്. അപ്പൊ ആക്ച്വലി ഇവിടുന്ന് നമ്മൾ സലീമിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇവിടെ പാസ് ചെയ്തപ്പോൾ അത് ഈ ഫംഗ്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ, വൺ ഇൻപുട്ട് അല്ലോ ഒക്കെ തൽക്കാലം അങ്ങനെ തന്നെ കിട്ടും. അപ്പൊ ഇവിടെ സേ ഹലോ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നെയിം അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ആർഗ്യുമെന്റ് എടുക്കും, ഇവിടെ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്. ഹലോ എന്ന് പറഞ്ഞ റാൻഡം ടെക്സ്റ്റ് ആണ്, മൈൻഡ് ചെയ്യേണ്ട. അത് ജസ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ്. അതിനുശേഷം കോമട്ടിട്ട് നെയിം. അപ്പൊ എന്താണോ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ആലിസ്, അത് ഇവിടെ ആർഗ്യുമെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് ഇവിടെ പ്രിന്റ് ചെയ്ത്. ദാറ്റ്സ് ഓൾ. ഇനി ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ വാല്യൂ. ഇപ്പൊ ഫംഗ്ഷൻ, ഇപ്പൊ ഇതുവരെ ഫംഗ്ഷനിൽ കോഫി ഉണ്ടാക്കുന്നേ പറഞ്ഞിട്ടുള്ള, ആ കോഫി നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആലോചിച്ചു. കോഫി ഉണ്ടാക്കും, പക്ഷെ കോഫി മെഷീന് പുറത്ത് തരൂലേ, നമുക്ക് കിട്ടൂല. അതായിരുന്നു ഫംഗ്ഷനിൽ വിത്തൗട്ട് റിട്ടേൺ എന്ന് പറഞ്ഞത്. അത് റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആ കോഫി നമുക്ക് കിട്ടുന്നില്ല, ഫംഗ്ഷൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്ത്, റിട്ടേൺ ആയിട്ട് ഞാൻ ചുമ്മാ ഓക്കെ എന്ന് കൊടുക്കുന്നു. അപ്പൊ ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ റിട്ടേൺ ആയിട്ട് ഓക്കെ തരും. എന്താണോ ഫംഗ്ഷൻ, ഇപ്പൊ നമുക്ക് ഈ നെയിമിൽ തന്നെ വേണമെങ്കിൽ ഇവിടെ റിട്ടേൺ ചെയ്യാം. ഞാൻ ചുമ്മാ കോമ ഇട്ടിട്ട് എനിക്കിങ്ങനെ എന്താ പറയാ, ഈ റിട്ടേണിൽ നമുക്ക് എത്ര സാധനം റിട്ടേൺ ചെയ്യാൻ പറ്റും, കോമ ഇട്ട് കൊടുക്കുക, ലിസ്റ്റ് എങ്ങനെ വേണം റിട്ടേൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്ത്, നമ്മൾ നോർമലി നിങ്ങൾ ഓർത്ത് നോക്കണം, ശരിക്കും ആലോചിക്കണം. നോർമലി നമ്മൾ വേരിയബിളിനെ ഒരു വാല്യൂസിന് ഒരു വേരിയബിളോട് അസൈൻ ചെയ്യും. അത് കറക്റ്റ് അല്ലേ? അതുപോലെ ഈ ഗ്രീറ്റ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ആയിട്ട് ഒരു ഡാറ്റ വരും. ആ ഡാറ്റന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പ്രിന്റിൽ ഗ്രീറ്റ് നെയിം കണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം ഈ പ്രിന്റ് ഇവിടുന്ന് ഒഴിവാക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കണം. അപ്പൊ എന്ത് ചെയ്ത്, ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. അത് ഞാൻ നെയിമിൽ പാസ് ചെയ്ത്, ഇനി വേണമെങ്കിൽ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, നെയിം ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് നേരിട്ട് ഇതിനുള്ളിൽ പാസ് ചെയ്യാം. അതവിടെ നമ്മളെ വേരിയബിൾ ആക്കി ഇപ്പോൾ നമ്മൾ നേരിട്ട് ടെക്സ്റ്റ് ആക്കി, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ്ടായി, ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോട്ട് ഒരു പൊസിഷണൽ ആർഗ്യുമെന്റിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു പൊസിഷനിൽ ഒരു ആർഗ്യുമെന്റ് ഇവിടെ ഒന്ന് ചോദിക്കുന്നുണ്ട്, ആർഗ്യുമെന്റ് ഒന്ന് പാസ് ചെയ്ത് കൊടുത്ത്. അപ്പൊ ഈ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ആയിട്ട് ഒരു വാല്യൂ തരും എന്ന് പറഞ്ഞു. അതാണ് റിട്ടേൺ. അതിനെ പ്രിന്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഓക്കെ ശരി. അപ്പൊ ഞാൻ 2 വാല്യൂ കൊടുത്തപ്പോൾ അതിനെന്താ ടപ്പിൾസ് ആയിട്ട് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് 2 വാല്യൂവിനെ നമുക്ക് പാക്കിങ് അൺപാക്കിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ഞാൻ ആക്ച്വലി ഞാൻ നോക്കിയിട്ടില്ല, ഇപ്പൊ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾക്ക് ഇങ്ങനെ ചെയ്ത് അങ്ങനെ പോവാണ്. അപ്പൊ പാക്കിങ് അൺപാക്കിങ് ചെയ്തിരിക്കണോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്താണ് സിമ്പിൾ ലോജിക്ക്. ഞാൻ അത് പറഞ്ഞേക്കണാട്ടോ എന്റെ ഓർമ്മ. ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ചെറിയൊരു എവിടെയോ ഒരു ഓർമ്മ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കവറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്യും. അത് ഒറ്റ ഒന്നിന്റെ ഉള്ളിൽ. ഇതാണ് പാക്ക് ചെയ്തത്. വേണ്ട, കവറിന്റെ ഉള്ളിലാണ് ഇത്, ഒന്നിന്റെ ഉള്ളിലിട്ട് പാക്ക് ചെയ്ത്. അൺപാക്ക് ചെയ്യാറുണ്ട് എല്ലാം കൂടി പുറത്തെടുത്തുകയാണ് നമ്മൾ പെട്ടി പൊട്ടിച്ചാണ് സാധനം പുറത്ത് എടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഈ പെട്ടി പൊട്ടിച്ചാണ്ട് ഇതിന് പുറത്ത് കൊടുക്കും. അതിനെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സ് കോമ വൈ ഇട്ട് ഇപ്പൊ ഒന്നും വരില്ല. കാരണം എന്താ, നമ്മൾ എക്സ് കോമ അല്ലേ പറഞ്ഞുള്ളൂ, അത് എക്സ് കോമ വൈനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞില്ലേ. ഇനി എന്താ ഉണ്ടാകും, വേണ്ട ഓക്കെ ശരി. അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. ഓക്കെ കഴിഞ്ഞു. ഇത് പിന്നെ നമ്മൾ ഒറ്റ അതിന് ശേഷം സെലി വന്നു വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വന്നു.
ഇനി അത് ജസ്റ്റ് ഒരു എക്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ടപ്പിൾസ് ആയിട്ട്. കാരണം എന്താ, നമ്മൾ അൺപാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അൺപാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയാ ഒരു സംഭവത്തിന്റെ അപ്പുറത്ത് നമ്മൾ എത്ര വേണം അതിനനുസരിച്ച് കോമട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അൺപാക്ക് ചെയ്യപ്പെടും. നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യുക എക്സ്, അതിനുശേഷം പ്രിന്റ് ചെയ്യുക വൈ, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അടിയിലോട്ട് വരും. എക്സിന്റെ ക്ലോസ് ഓക്കെ ശരി, അത്രേ ഉള്ളൂ. നമുക്കത് മനസ്സിലായി. നമുക്ക് റിട്ടേൺ ചെയ്തപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഉണ്ടല്ലോ, ആഡ് എ കോമ ബി. അപ്പൊ 2 ആർഗ്യുമെന്റ് ഫംഗ്ഷൻ ചോദിക്കുന്നുണ്ട്, 2 എണ്ണം കൊടുക്കണം. ആഡിന്റെ ഉള്ളിൽ 3,4 3,4 വന്നപ്പോ അത് ഈ ഡാറ്റ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോട്ടാണ് പാസ് ചെയ്തപ്പോൾ അത് എ കോമ ബി അത് പ്രോപ്പർ ആയിട്ട് വന്നത്. അതാണ് പൊസിഷണൽ ആർഗ്യുമെന്റ്. അത് പൊസിഷൻ ബേസ് ചെയ്താ ഫസ്റ്റത്തിന്, രണ്ടാമത്തിന് പൊസിഷൻ നമ്മൾ വേറെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് പറഞ്ഞോളൂ. അപ്പൊ ഈ 3 എക്കും 4 ബിക്കും അങ്ങോട്ട് കിട്ടും. അതിൽ കൺഫ്യൂഷൻ വരണ്ട, നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പൊ റിട്ടേൺ ചെയ്യുന്ന എന്താ പറയുക, എ പ്ലസ് ബി എത്ര 3 + 4 എ റിട്ടേൺ വരും. അത് റിസൾട്ടിലോട്ടാണ് സ്റ്റോർ ചെയ്യും. ഇവിടെ സിംഗിൾ വാല്യൂ വരുന്നത്. സോ നമുക്ക് കോമട്ട് മൾട്ടിപ്പിൾ വാല്യൂ ഒന്നും ഇടാണ്ട്, ടപ്പിൾസും വരില്ല. സം ഈസ് റിസൾട്ട്. അപ്പൊ സം ഈസ് 7 ആൻസർ വരും. അത്രേ ഉള്ളൂ. അത് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാണ്, സിമ്പിൾ ആണ്. പിന്നെ നമ്മൾ ഫംഗ്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഡഫ് ഉണ്ട്, നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനുള്ള. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാരന്തസിസിനുള്ളിൽ കൊടുക്കുന്ന വാല്യൂസ്, ഡാറ്റ എ ബി നെയിം അതൊക്കെ. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സെൻഡർ റിസൾട്ട് ബാക്ക് ടു ദ കോളർ. ഇവിടെ ആരെ സെൻഡർ ആരെ കോളർ, സെൻഡ് റിസൾട്ട് ബാക്ക് ടു ദ കോളർ. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫംഗ്ഷൻ സെൻഡ് ചെയ്യണം അവിടുന്ന് ടു ദ കോളർ. കോളർ എന്ന് പറഞ്ഞത് നമ്മളെ ഗ്രീറ്റ് പാരന്തസിസ് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോളിംഗ്, ഫംഗ്ഷൻ ഇവോക്കിംഗ് എന്നൊക്കെ പറയും. അപ്പൊ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടും. ആ റിട്ടേൺ ആണ് ഈ ഫംഗ്ഷന് വാല്യൂ കൊടുക്കുന്നത്. റിട്ടേൺ ഇല്ലെങ്കിൽ ഈ കോൾ ചെയ്താക്ക് വാല്യൂ കിട്ടൂല. കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ പാരന്തസിസ് യൂസ് ചെയ്യും. അപ്പൊ ഈ പാരന്തസിസ് ഇത് കോൾ ചെയ്ത ആക്കാണ് റിട്ടേൺ കിട്ടുക ഡാറ്റ. ഓക്കെ, അത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൺസെപ്റ്റ്. ഡഫ് ആഡ് നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തത് 10ഉം 5ഉം വന്ന് 10ഉം 5ഉം കൂട്ടിയാണ്ടാ. ഇതിലെ ഡിഫറൻസ് എന്താ വെച്ചാല് നമുക്ക് റിട്ടേൺ ആയിട്ട് ഡാറ്റ വരുന്നില്ല. ഡഫ് ആഡ് എ കോമ ബി, എ എന്ന് പറഞ്ഞ 10, ബി കോമ ബി എന്ന് പറഞ്ഞ 5, സം ഈസ് എ പ്ലസ് ബി. അപ്പൊ അവിടെ തന്നെ പ്രിന്റ് ആണ് നടക്കുകയാണ്, സം ഈസ് 15. ദാറ്റ്സ് ഓൾ. ഇനി യൂസിങ് ലൂപ്പ് ഇൻസൈഡ് എ ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞു ഇതുവരെ പഠിച്ച എല്ലാ സംഭവവും ഫംഗ്ഷനുള്ളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ ഫംഗ്ഷനുള്ളിൽ നമ്മൾ ഒരു ലൂപ്പ് ഉപയോഗിച്ച് നോക്കുക. ഫംഗ്ഷന്റെ പേര് എങ്ങനെ, ഡഫ് പ്രിന്റ് അണ്ടർസ്കോർ നമ്പർ, വലിയ പേര് അമ്മ ഇടാറുണ്ട്. എന്നിട്ട് അതിന് പാരന്തസിസ് ഇട്ടിട്ട് അതിനുള്ളിൽ പറയണെങ്കിൽ എനിക്കൊരു ആർഗ്യുമെന്റ് വേണം. ആർഗ്യുമെന്റിന്റെ പേര് n. ഇവിടെ നമ്മൾ പാരാമീറ്റർ എന്നല്ല പറഞ്ഞത്. പാരാമീറ്റർ കൺഫ്യൂഷൻ ആവണ്ട, പാരാമീറ്റർ ആർഗ്യുമെന്റ് കൺഫ്യൂഷൻ ആവണ്ട. രണ്ടും ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ഒന്നാണ് വിചാരിച്ചോ. പാരാമീറ്റർ ആർഗ്യുമെന്റ് ഒന്നാണ്, അങ്ങനെ വിചാരിച്ചു. ബാക്കി നമ്മൾ മാറ്റിയെടുക്കാം. അപ്പൊ എന്താ, ഡഫ് പ്രിന്റ് അണ്ടർസ്കോർ നമ്പർ, അതിന്റെ ഉള്ളിൽ n നമുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു വാല്യൂ നിങ്ങൾ തരണം. എന്നെ വിളിച്ചോ, പക്ഷെ ഒരു വാല്യൂ തരണം. മനസ്സിലായില്ലേ? കോഫി മെഷീൻ പറയുന്ന കോഫി നിങ്ങൾ കോൾ ചെയ്തോളി, പക്ഷെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ മെഷീനായിട്ട് കണക്ട് ചെയ്യണം. കോഫി പൊടി, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഞാൻ വർക്ക് ആയില്ല. അപ്പൊ എന്താ, പ്രിന്റ് നമ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിക്കപ്പെടാൻ പോകുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ 5 അങ്ങോട്ട് കൊടുത്തു. അപ്പൊ എന്തായി, കറക്റ്റ് ആണ്. ഞാൻ ഒന്നാ ചോദിക്കുന്നത്, എനിക്ക് 1 കിട്ടി. അപ്പൊ അതിന്റെ ഉള്ളിലോട്ട് വന്നു. ഫംഗ്ഷന്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ഫംഗ്ഷൻ ഉള്ളിലോട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ ഐ ഇൻ റേഞ്ച്. 4 നമുക്കറിയാം, ഇന്ന് നമുക്കറിയാം. ഐ എന്താ, അതിന് റേഞ്ച് എന്താ നമുക്കറിയാം. റേഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് ഒരു സ്റ്റാർട്ടും എൻഡും ഉണ്ടാവും. അപ്പൊ 1 കോമ സ്റ്റോപ്പ് ചെയ്യേണ്ടത് n+1. n+1 പറഞ്ഞാൽ n എത്ര, നമ്മൾ 5 പാസ് ചെയ്തിരിക്കണ്. 5 + 1 6. അപ്പൊ 1 മുതൽ 6 വരെ നമ്മൾ റേഞ്ചിൽ പറഞ്ഞിട്ടുണ്ട്. 6 കിട്ടൂല, 5 വരെ ഉണ്ടാവും. അപ്പൊ 1 2 3 4 5 5 വരെ റേഞ്ചിൽ നമുക്ക് ആരെ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത ഫോർ ലൂപ്പിൽ. അപ്പൊ ഐ എന്ന് പറയുന്ന ഓരോ പ്രാവശ്യം 1 2 3 4 5 പ്രിന്റ് ആയി. അച്ചോൾ പരിപാടി കഴിഞ്ഞു. ഫംഗ്ഷനുള്ളിൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ചു. ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ ആദ്യം ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. പ്രിന്റ്, എന്റെ ഫംഗ്ഷൻ തന്നെ പ്രിന്റ് നമ്പർ എന്നാണ്. പ്രിന്റ് നമ്പർ. ഓക്കെ, ഞാൻ ഇതിലോട്ട് n അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് പറയണ ഫോർ ഐ ഇൻ, ഇതിന്റെ കണ്ടീഷൻ ഓൾറെഡി നമുക്ക് അറിയുന്നത്. ഫോർ ഐ ഇൻ റേഞ്ച് 0 മുതൽ തന്നെ ഒരു 10 + 10 അല്ല 10 ആണ് ഇവിടെ മാറ്റുന്നത്. നമ്മൾ സ്റ്റോപ്പ് n ആണ്. n+1
എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫോർ ലൂപ്പിന്റെ സെയിം സിന്റാക്സ്, അതിന് മാറ്റമൊന്നുമില്ല. പ്രിന്റ് ചെയ്യുന്നത് എന്താണ്, ഐ ആണ്. എന്നിട്ട് നമ്മൾ ഈ പ്രിന്റ് പ്രൈം നമ്പർ ഉണ്ടല്ലോ, അതിന് ഇവിടെ പോയിട്ട് ഫംഗ്ഷന്റെ ഇപ്പൊ റൺ ചെയ്ത് ഒന്നും സംഭവിക്കൂല. നമ്മൾ പുറത്ത് പോയി വിളിക്കണം. വിളിക്കുമ്പോ ഞാനൊന്നും കൊടുത്തില്ലാന്ന് വിചാരിച്ചു, എന്താ ഉണ്ടാകുക, ഒരാളാ പ്രിന്റ് മിസ് വൺ റെക്വേർഡ് പൊസിഷൻ ആർഗ്യുമെന്റ് അവര് എന്നെ ചോദിക്കുന്നുണ്ട്, എന്നെ പാസ് ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ എന്നെ പാസ് ചെയ്ത് വീണ്ടും എറർ, എന്താ എന്നെ ഡിഫൈൻ ചെയ്തിട്ടില്ല, നമ്മൾ നേരത്തെ വന്ന എറർ. അപ്പൊ എന്ത് ചെയ്ത് ഞാൻ എന്നെ 100 കൊടുത്തു. 100 ഇവിടെ പാസ് ചെയ്ത ആ 100 ഇവിടെ എൻ ആയിട്ട് വരും. അങ്ങനെ ഇവിടെ എന്താണ് പാസ് ചെയ്ത് ഇവിടെ വരും. ഞാൻ കോമട്ട് പാസ് ചെയ്ത രണ്ടാമത് വരും, അതാണ് പൊസിഷൻ. അതൊക്കെ പിന്നെ നോക്കാം. ഇപ്പൊ എന്തായി 0 മുതൽ 100 വരെ വന്നു. ഇനി ഇതേ ഫംഗ്ഷന് ഞാൻ എന്ത് ചെയ്തു അറിയോ, അടിയിൽ ഒന്നും കൂടി വിളിച്ചു. അത് കുറച്ച് തോന നമ്പറാണ്. എന്താണ്ടാണ് നോക്കുക, ഇവിടെ 100 കഴിഞ്ഞില്ലേ, പിന്നെയും തുടങ്ങി. ഇനി അങ്ങോട്ട് കുറച്ച് തോനുണ്ട്, സ്ക്രോൾ ചെയ്ത് പോകും. കണ്ട, ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് ഇനിയും വരാണ്ട്, ലോഡാവാറുണ്ട്. എട്ടാമത്തെ അത്രയും കൊടുത്തിട്ടില്ല. അപ്പൊ 3ന്റെ ഒന്ന് കുറച്ചാണല്ലോ, അത്രയും പ്രിന്റ് ചെയ്യും. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഇതിൽ നമുക്ക് അത്രയും ഒരു ഫംഗ്ഷൻ നമുക്ക് പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു റിയൽ ലോജിക് പറഞ്ഞു തരികയാണെങ്കിൽ, ഈ ഫംഗ്ഷന് ഞാൻ ഒരു ഫയലിൽ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഇതിന്റെ പ്രിന്റ് നമ്പർ എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്ത് ലോഗിൻ പേജിൽ വേണ്ട അങ്ങനെ കൺഫ്യൂഷൻ, നമുക്ക് റിയൽ കേസ് ചിന്തിക്കാം. ലോഗിൻ ആക്സസ് അല്ല, ഫോർമാറ്റ് മൊബൈൽ നമ്പർ തന്നെ നമ്മൾ ചേർക്കാനും വയ്യോ. ഫംഗ്ഷൻ ഒന്നും ഇതിന് ചെയ്യാൻ ജസ്റ്റ് ഹെഡിങ് ഉണ്ടാവും, ഫോർമാറ്റ് നമ്പർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്ത് റിട്ടേൺ, ഞാൻ ലോജിക് ഒന്നും എഴുതുന്നില്ല, റിട്ടേൺ നമ്പർ. എന്നിട്ട് ആ നമ്പറിനെ ഇവിടെ വിളിക്കും. ഇവിടെ കുറെ ഫങ്ഷൻസ് ഉണ്ട്, ഞാൻ തൽക്കാലം അത് എഴുതുന്നില്ല. അപ്പൊ അതെന്തായാലും ഇവിടെ മാറ്റർ അല്ല, നമ്മൾ ലോജിക് ആണ്, നിങ്ങൾ ആലോചിച്ച് എഴുതുക. അപ്പൊ എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ സ്ലൈസ് ചെയ്യാൻ വന്ന നമ്പറിന്റെ ലാസ്റ്റത്തെ 10 ഡിജിറ്റ് ഇങ്ങോട്ട് എടുക്കുകയാണൊക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വന്ന നമ്പറിന്റെ ലാസ്റ്റത്തെ ഇൻഡെക്സ് മുതൽ എന്താ പറയുക, ഫസ്റ്റത്തെ ഇൻഡെക്സ് 9 ആണോ 1 ആണോ, അങ്ങനെ കുറെ പരിപാടി ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. മൊബൈൽ നമ്പറിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്, ഫോറിൻ നമ്പർ വരാം. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ സിമ്പിൾ ലോജിക് പോലെ എഴുതുന്നില്ല, ജസ്റ്റ് റിട്ടേൺ നമ്പർ കൊടുത്തു. എന്നിട്ട് ആ ഫോർമാറ്റ് നമ്പർ പറയാം, കമന്റ് ചെയ്താൽ എല്ലാവർക്കും പറഞ്ഞല്ലേ, ആഷ് ലോഗിൻ പേജ് ആണ്. ഇതൊരു ലോഗിൻ പേജ് ആണ് വിചാരിച്ചിട്ടോ. ഓക്കെ, ലോഗിൻ പേജിലാണ് ഇപ്പൊ ഞാൻ ഫോർമാറ്റ് നമ്പർ എന്ന് പറഞ്ഞാണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ ഒരു നമ്പർ, ഇതിന്റെ നമ്പറിന് കൊടുക്കുക 7296688 എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇത് ലോഗിൻ പേജിൽ ഈ ഫോർമാറ്റ് നമ്പറിനോട് വിളിച്ചാണ്ട് ഇത് കറക്റ്റ് ചെയ്യും. അപ്പൊ എനിക്ക് നമ്പർ റിട്ടേൺ ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വേണമെങ്കിൽ തൽക്കാലം എക്സിൽ സ്റ്റോർ ചെയ്യും. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഈ ഫംഗ്ഷന് എന്ത് ചെയ്യും, ഇത് റിയൽ കേസ് ആയിട്ട് ചിന്തിക്കുക. ആക്ച്വലി കോണ്ടാക്ട് അസ് എന്ന് പറഞ്ഞ നമ്മളെ പേജ് ഉണ്ടല്ലോ, കോണ്ടാക്ട് അസ് പേജിലും ഇതിനങ്ങോട്ട് വിളിച്ചു വേറെ നമ്പർ അപ്രാവശ്യം കൊടുത്തു 8129 വേണ്ട വേറെ നമ്പർ 00000 ഒരു നമ്പറായി അയച്ചു. ഇനി വേറെ എന്താ പറയാ, അബൌട്ട് അസിൽ പോയിട്ട് ഞാൻ വീണ്ടും ഇതേമാതിരി ഒരു നമ്പർ എടുത്തു. പക്ഷെ അബൌട്ട് അസിൽ ഞാൻ ഒരു വേറൊരു UA നമ്പറൊക്കെ കൊടുത്തു. അപ്പം ഓർമ്മയില്ല UA നമ്പർ എത്രയാണെന്ന് ഓർമ്മയില്ല. തൽക്കാലം ഒരു UA നമ്പറെ കൊടുത്തു വെച്ചു. അങ്ങനെ നമ്മൾ ഏത് ടൈപ്പ് നമ്പർ എന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും നമ്മുടെ ഫംഗ്ഷൻ. അങ്ങനെ ആയിരിക്കും നമ്മൾ ഫംഗ്ഷൻ ഇവിടെ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ, ഈ ഇന്ത്യൻ ആണെങ്കിലും നോട്ട് ഇന്ത്യൻ ആണെങ്കിലൊക്കെ ഡീൽ ചെയ്യണം നമ്മളെ ഫംഗ്ഷൻ. എന്നിട്ട് അവസാനം നമ്മളെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന നമ്പർ. ഇനി നമ്പറും വേണമെങ്കിൽ കൺട്രി കോഡ് റിട്ടേൺ ചെയ്യുക, കൺട്രി കോഡ് റിട്ടേൺ ചെയ്യുക, അങ്ങനെ എന്ത് വേണം റിട്ടേൺ ചെയ്യുക. അതൊക്കെ എക്സിലോട്ട് വരും. അപ്പോൾ ലോഗിൻ പേജിന് ഇത് കിട്ടും, കോൺടാക്ട് പേജിനും ഇത് കിട്ടും, എന്താ പറയുക അബൌട്ട് പേജിനും ഇത് കിട്ടും. ഇനി നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് എന്താ പറയുക ഈ ലോജിക്ക് മാത്രം എടുത്തിട്ട് എൻ്റെ ഈ ഒരു ലോഗിൻ പേജിൽ ഞാൻ എഴുതി വെച്ച് വിചാരിച്ചു. അങ്ങനെ ആലോചിച്ചു അപ്പൊ എന്തായി, ഇവിടെ എഴുതി. ഇനി ഇതേ സാധനം വന്നിട്ട് ഈ പേജിൽ എഴുതി, ഇതേ സാധനം വന്ന് ഈ പേജിൽ എഴുതി. ഇതിന് നല്ല ഡെവലപ്പറിന് പറയാം. കാരണം ചുമ്മാ കൂടെ അങ്ങനെ എഴുതി പോകാൻ ആർക്കും പറ്റില്ല. അതിന്റെ ഒരു സ്ട്രക്ചർ പഠിച്ചെടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും അതൊക്കെ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ അടിപൊളിയാക്കും.
ഇപ്പൊ നമ്മൾ ജസ്റ്റ് നിങ്ങളെ റിയൽ കേസ് ചിന്തിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് ക്ലിയർ ആയി, സിമ്പിൾ ആണ്, ഇത് കണ്ടു നോക്കിയാൽ മതി ഒന്നുകൂടി. ഇനി യൂസിങ് കണ്ടീഷൻ ഇൻസൈഡ് ഫംഗ്ഷൻ, ഞാൻ പറഞ്ഞില്ല എന്ത് യൂസ് ചെയ്യാം, നമ്മളൊരു കണ്ടീഷൻ യൂസ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷനുള്ളിൽ ഡഫ് പോസിറ്റീവ് ഈസ് പോസിറ്റീവ്, നമ്മളൊരു ബൂളിയൻ ടൈപ്പ് ആണ് ഉണ്ടെങ്കിൽ ഈസ് പോസിറ്റീവ് ഉപയോഗിച്ച് എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താ പറയുന്നത്, ഈ നമുക്ക് വരാൻ പോകേണ്ടത് നമ്പർ ആണ് വിചാരിച്ചു, നമ്പർ ഗ്രേറ്റർ ദാൻ 0, അപ്പൊ നമ്മൾ റിട്ടേൺ ചെയ്യും യെസ്. എലിഫ് നമ്പർ ലെസ് ദാൻ 0, ലെസ് ദാൻ പോരാ, ലെസ് ദാൻ 0, റിട്ടേൺ നോ. നമുക്ക് എൽസിൽ എന്തായാലും റിട്ടേൺ ഇറ്റ് ഈസ് 0. ചുമ്മാ ഒരു കേസാണെന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾക്ക് കേസൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ലോജിക് വർക്കൗട്ട് ചെയ്താൽ എത്ര ഉള്ളൂ. ഇനി ഈസ് പോസിറ്റീവിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യണേ, ഒരു നമ്പർ അങ്ങോട്ട് പാസ് ചെയ്യണം. എന്താ ആലോചിച്ച് നോക്കാണ്, എറർ ഈസ് പോസിറ്റീവ് ടേക്ക് 0 പൊസിഷൻ ആർഗ്യുമെന്റ് ബട്ട് 1 വാസ് ഗിവൻ. കാരണം ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട്, ഇവിടെ കൊടുക്കണം. ഇവിടെ കൊടുക്കേണ്ട എന്താണ്, നമ്പറാണ്, കാരണം നമ്പറാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കാം, ഒന്നും പ്രിന്റ് ചെയ്തില്ല, എന്ത്, കാരണം നമ്മൾ പ്രിന്റ് അല്ലല്ലോ, നമ്മൾ റിട്ടേൺ അല്ല കൊടുക്കുന്നത്. റിട്ടേൺ ഇവിടെ പ്രിന്റ് ചെയ്യണം, ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കണം, ഇങ്ങോട്ട് പ്രിന്റ് ചെയ്യണം എക്സ്, അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനുള്ളിൽ പ്രിന്റ് ചെയ്യണം. എന്തൊരു മിസ്സിംഗ് ഉണ്ടായി, പ്രിന്റ് ഈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസ് പോസിറ്റീവ് ഫംഗ്ഷനുകൾ കോൾ ചെയ്യുന്നതാണ്, മറ്റേത് പ്രിന്റിൻ്റെതാണ്. എന്താ എസ് സ്പേസ് എസ്, ഇവിടെ എത്ര നമ്മൾ സ്പേസ്, ഇവിടെ എത്ര സ്പേസ് ഇട്ടാലും ഇവിടെ ഇമ്പാക്ട് ചെയ്യില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമ്മൾ പ്രിന്റ് ഇങ്ങനെ കൊടുക്കണം. ഇവിടെ ഞാൻ ഇങ്ങനെ കുറെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്പേസ് ഇവിടെ കണക്കാക്കും. ഇതൊന്നും കൺസിഡർ ചെയ്തു. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് റിട്ടേൺ ചെയ്യണം. നമ്മൾ ഇനി നമ്പർ ഒന്ന് മാറ്റി വെക്കും. ഇവിടെ 0 വന്ന് ഇവിടെ 1, ഇവിടെ ഒരു 100 ആവാസ്. അപ്പൊ ആദ്യത്തെ പോസിറ്റീവ് അല്ല, ഇറ്റ് ഈസ് 0 ആണ്, രണ്ടാമത്തെ പോസിറ്റീവ് ആണ്. ഇനി ഇത് നമ്മൾ മൈനസ് ആക്കണം. അപ്പൊ ഒന്നാമത്തത് ഈ 0 ആണ്, രണ്ടാമത്തത് നോ. നോ എന്താ, അത് നമ്പർ നെഗറ്റീവ് ആണ്, മനസ്സിലായില്ലേ, ബിലോ 0 ആണിത്, മൈനസ് ഒന്നുമില്ല. അപ്പൊ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ഞാൻ അടുത്ത് നോക്കാം. ഇവിടെ നമ്മൾ ഈവൻ നമ്പർ ആണ്, ഇത് നമ്മൾ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെക്ക് ഇവൻ ആണ്. അപ്പൊ ഈവൻ നമ്പർക്ക് ഒരു വാല്യൂ പാസ് ചെയ്യും. ഇവൻ നമ്പർ എന്താണ്, അതിനെ അരിച്ചു കഴിഞ്ഞാൽ 2 കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ 0 കിട്ടിയ ഇവൻ നമ്പർ ആണ്. നമ്മൾ മോഡുലസ് വെച്ച് ചെയ്ത് ശിഷ്ടം നോക്കിയാൽ മതി. അപ്പൊ ഈ n അത് കണ്ടീഷൻ എന്താണ് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഈ n എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ് വിചാരിച്ചോ. 10 മോഡുലസ് 2 എന്ന് പറഞ്ഞാൽ സിസ്റ്റം 0 വരും. അപ്പൊ അത് ഇവൻ നമ്പർ ആണ്. അല്ലാണ്ട് ബേസിക് മാത്സ് ആണ്, മാത്സ് നോക്കിയാൽ ബേസിക് മാത്സ് നോക്കിയാൽ മതി. അല്ലാത്ത കേസിൽ എന്നത് ഇവൻ നമ്പർ അല്ല, ഓടാണ്. ഓഡ് നമ്പർ ഇവൻ നമ്പർ കണ്ടെത്താം. സിമ്പിൾ, റിട്ടേൺ ചെയ്യുക, ഇവിടെ പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ തന്നെ പ്രിന്റ് ചെയ്യുക, കഴിഞ്ഞു. ഇനി നമ്മള് ഇതുവരെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പാരാമീറ്റർ, ഇടയ്ക്ക് പറഞ്ഞ ആർഗ്യുമെന്റ്, ഇത് രണ്ടും ഒന്നാണെന്നും പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ഇത് രണ്ടും 2 ആണ്. അപ്പൊ എന്താ ഡിഫറൻസ് എന്ന് നോക്കാം. നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ഉള്ളിൽ എഴുതുന്ന നെയിം, ഏജ്, അങ്ങനെ നമ്മുടെ എന്താണ് എഴുതുന്നത് അത് നമ്മൾ പാരാമീറ്റർ എന്ന് പറയും. ഇത് ഇന്റർവ്യൂവിനൊക്കെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യം. അപ്പൊ ആ ഒരു പ്ലേസ് ഹോൾഡറിനെ നിങ്ങൾക്ക് പാരാമീറ്റർ എന്ന് പറയും. അപ്പൊ ആർഗ്യുമെന്റ് എന്താ, ഇവിടെ നിങ്ങൾ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ് ഗ്രീറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ ആലിസ് കൊടുത്തു. അപ്പൊ നമ്മൾ ആലിസ് ഫസ്റ്റത്തിനും രണ്ടാമത്തേനും പൊസിഷൻ വൈസ് ചെയ്ത് പോകും. പൊസിഷൻ എന്താണ് ഞാൻ പറഞ്ഞത്, വെയിറ്റ് ചെയ്യാം. ആലിസ് നെയിം ഏജ് 25. സോ ഈ കൊടുത്ത വാല്യൂസ് ആർഗ്യുമെന്റ് എന്ന് പറയും. ആ പ്ലേസ് ഹോൾഡർ ഇൻ ഫംഗ്ഷൻ ദാറ്റ് ഈസ് കോൾഡ് പാരാമീറ്റർ. അപ്പൊ പാരാമീറ്റർ എന്താണ്, ആർഗ്യുമെന്റ് എന്നാണ്. ഡൗട്ട് ക്ലിയർ ആയി? ഇത്ര സിമ്പിൾ എക്സാമ്പിൾ ആണ്. നിങ്ങളെ വിളിക്കുന്ന ആ ഒരു പ്ലേസ് വാല്യൂ പാസ് ചെയ്യുന്നതിന് ആർഗ്യുമെന്റ് ഇടും,
റിസീവ് ചെയ്യുന്ന പ്ലേസ് ഹോൾഡറിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നമുക്ക് വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെൻ യു ഡിഫൈൻ എ ഫംഗ്ഷൻ, അത് പാരാമീറ്റർ ആണ്. ഇറ്റ്സ് ലൈക്ക് എ പ്ലേസ് ഹോൾഡർ ഒരു വേരിയബിൾ. ആ വേരിയബിൾ നമ്മൾ ഞാൻ ഡാറ്റ വിടുന്നത് പാസ് ചെയ്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിലാണ്, നെയിമിലാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് വെൻ യു കോൾ എ ഫംഗ്ഷൻ, ഇറ്റ് ഇസ് ആക്ച്വൽ വാല്യൂ യു ആർ ഗിവിംഗ് ടു ദാറ്റ് ഫംഗ്ഷൻ. ലൈക്ക് ആലിസ് 25, അതാണ് ആക്ച്വൽ വാല്യൂ ഗിവൺ ആർഗ്യുമെന്റ്. ആ പ്ലേസ് ഹോൾഡർ അല്ലെങ്കിൽ ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് പാരാമീറ്റേഴ്സ്. അത്ര പാരാമീറ്റർ കഴിഞ്ഞു, ആ സംഭവം ക്ലിയർ ആയി. അപ്പൊ ഡെഫ് ആഡ് എക്സ് കോമ വൈക്ക് റിട്ടേൺ ചെയ്യുന്ന എക്സ് പ്ലസ് വൈ ആണ്. ആഡിലോട്ട് എന്താ 3,4. അപ്പൊ 3,4 വരുന്നത് ആർഗ്യുമെന്റ് ആണ്, എക്സും വൈയും വരുന്നത് പാരാമീറ്റേഴ്സ് ആണ്. ദാറ്റ്സ് ഓൾ, സിമ്പിൾ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. പാരാമീറ്റേഴ്സ് ആർ വെൻ യു വാട്ട് യു റൈറ്റ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇതിലെന്താണ് നിങ്ങൾ റൈറ്റ് ചെയ്യുന്നതാണ്. ആർഗ്യുമെന്റ് ഈസ് വാട്ട് യു പാസ് ഡ്യൂറിംഗ് ദ ഫംഗ്ഷൻ കോൾ. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നവർ എന്താണ് നിങ്ങൾ പാസ് ചെയ്യുന്നതാണ് ആർഗ്യുമെന്റ്. ഇതാണ്, അത് ക്ലിയർ ആയി. ഇനി പാരാമീറ്റർ ആൻഡ് ആർഗ്യുമെന്റ് അഥവാ ഈ നമ്മൾ പറഞ്ഞല്ലേ പൊസിഷൻ ആർഗ്യുമെന്റ്, പൊസിഷൻ പാരാമീറ്റർ, കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ ഇനി ഇതിൽ കുറച്ച് എന്താ പറയാ, ആർഗ്യുമെന്റ് എന്താ പാരാമീറ്റർ എന്താണ് ക്ലിയർ ആയി. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് ഇതിനെ എങ്ങനെ പൊസിഷൻ ചെയ്യുന്ന. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഇവിടെ 3,4 എക്സ് കോമ വൈ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ക്രമത്തിൽ എടുക്കുന്നു. പക്ഷെ അതൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതിന്. നമ്മൾ ക്രമത്തിൽ ഇങ്ങനെ എല്ലാം കോമൺ 100 വാല്യൂ എടുക്കുന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6, അല്ലെങ്കിൽ ലിസ്റ്റ് ആക്കിയിട്ട് ആ ലിസ്റ്റ് അയച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ വരെ ലിസ്റ്റിൽ നിന്ന് തിരിച്ചെടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പോൾ അതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയാ ഒരു മെത്തേഡ് തന്നെ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മേ ബി ലിസ്റ്റ് ആയിട്ടോ ഡിക്ഷണറി ആയിട്ടൊക്കെ സെൻഡ് ചെയ്യുക, അത് അവിടുന്ന് പ്രോപ്പർ ആയിട്ട് ഫെച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ പൈത്തൺ അതിൽ തന്നെ കുറച്ച് കീവേഡ്സും പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള രീതികൾ പറഞ്ഞത്, അത് നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കുക, നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിൽ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല, എന്തിനാ അങ്ങനെ വന്നത്, അത് എങ്ങനെയാണെന്ന് അത് പഠിച്ചെടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പൊസിഷണൽ ആർഗ്യുമെന്റ് പാരാമീറ്റർ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പൊസിഷൻ 1-ന് 1, 2-ന് 2, 3-ന് 3, 4-ന് 4 പൊസിഷൻ. പരിപാടി പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഇനിയും കാര്യങ്ങളുണ്ട്. കീവേഡ് പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ നെയിം ഈക്വൽ ടു നവർ, ഏജ് ഈക്വൽ ടു 30, അതുപോലെ വരണം. മനസ്സിലായില്ലേ? നമ്മൾ എന്താണോ അതിനെ കൊടുക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പൊസിഷൻ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ദേ ആർ മാച്ച്ഡ് ബൈ ദ പൊസിഷൻ വെൻ യു കോൾ എ ഫംഗ്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ്ക്ക് 5, 3 കൊടുത്തു കഴിഞ്ഞാൽ പൊസിഷണൽ ആർഗ്യുമെന്റ് എന്ന് പറയും. പൊസിഷണൽ പാരാമീറ്റർ എന്ന് പറയുന്നത് എ കോമ ബി വെച്ച് കഴിഞ്ഞാൽ എ 5, 3 ബി പൊസിഷൻ ആയിട്ട് ഓർഡർ മാറ്റേഴ്സ് ചെയ്യാം. ആ പ്രോപ്പർ ഓർഡറിൽ കൊടുക്കണം. തിരിച്ചിട്ടാൽ ഡാറ്റ മാറും. എ കോമ ബിയിൽ 3,5 ഇട്ട് കഴിഞ്ഞാൽ 3 എക്കും 5 ബിയിലോട്ടും പോകും. സോ ഇറ്റ്സ് എ പൊസിഷൻ ബേസ്ഡ് ആർഗ്യുമെന്റ്. അപ്പൊ എങ്ങനെ തിരിച്ചറിയാം? പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ലെങ്കിൽ അത് പൊസിഷൻ ബേസ്ഡ് ആർഗ്യുമെന്റ് ആയിരിക്കും. അത് ബാക്കിയുള്ളതെല്ലാം കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ക്ലാരിറ്റി പോകും. ഇപ്പൊ പൊസിഷൻ എന്താണ് മനസ്സിലാക്കുക. അടുത്തത് എന്താ? കീവേഡ് പാരാമീറ്റർ. കീവേഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നെയിം ഏജ് എന്ന് ഗ്രീറ്റിംഗിൽ കൊടുത്തു, നെയിം ഏജിന് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ എന്താ പറയുക, ഗ്രീറ്റിംഗ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്, ഏത് പൊസിഷനാണ്. നമ്മൾ പറയും ഏജ് ഈസ് 25, നെയിം ഈസ് ആലിസ്. ഇനി ഇത് എവിടെ പോയി പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എത്രാമത്തെ കോമ കഴിഞ്ഞിട്ട്, ഇപ്പൊ കണ്ടില്ല നിങ്ങളൊരു കോമ, ഇങ്ങനെ നിങ്ങൾ 1000 കോമ ഇട്ടതിന് ശേഷം 1001 നിങ്ങൾ നെയിമിനെ ആലിസിന് എഴുതുന്നുണ്ടെങ്കിൽ അത് ഈ നെയിമിന്റെ ഫസ്റ്റ് വാല്യൂയിലൂടെ തന്നെ വരും. കാരണം കീവേഡ് പാരാമീറ്റർ, കീവേഡ് ആർഗ്യുമെന്റ് അത് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യിപ്പിക്കും. മനസ്സിലായില്ലേ? ഇനി അപ്പൊ നിങ്ങൾ പൊസിഷനിങ്ങും രണ്ടെല്ലാം കൂടെ മാച്ച് ആക്കി കൊടുക്കാൻ നോക്കിയാൽ ഫംഗ്ഷൻ എറർ അടിക്കും. കീവേഡ് പ്രോപ്പർ ആയിട്ട് അതിനെ മാച്ച് ചെയ്താൽ നെയിം ആലിസ് ആയി മാറും, ഏജ് 25 മാറും. ഇനി നമ്മൾ പൊസിഷനിങ് ഒക്കെ അതിനോട് കൂടി ചെയ്യാതെ നമുക്ക് ലാസ്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? നമുക്ക് നെയിമും ഏജും ഉണ്ടെങ്കിൽ നമുക്ക് ഈ നെയിം എന്താണെന്ന് ഏജ് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ആദ്യം പറഞ്ഞാൽ നമ്മൾ പൊസിഷൻ മാത്രം നോക്കി ഭയങ്കര എന്താ പറയാ, അതൊരു ഭയങ്കരമായിട്ട് ഹാർഡായി, നമ്മൾ ഒരു സ്റ്റാറ്റിക് ആയ മാതിരിയായി പോയി. കറക്റ്റ് പൊസിഷനിങ്ങിൽ എടുക്കുക. അതൊരു 1-2 വാല്യൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ കൂടുതൽ വാല്യൂ വരുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഫംഗ്ഷൻ ഭയങ്കര ബോറാവും. കോമ 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 ഭയങ്കര ബോറാവും. അപ്പൊ അതിന് വരെ നമ്മൾ എന്ത് ചെയ്യും, ഏജും നെയിമും കൊടുക്കും. അത് ക്ലിയർ ആയി, കറക്റ്റ് മാച്ച് ചെയ്യും. നെയിം ദ വാല്യൂ എക്സ്പ്ലിസിറ്റ്ലി അങ്ങനെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ
കൃത്യമായിട്ട് പറയണേ നെയിം ഈസ് ആലിസ് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു നമ്മൾ പറയുന്നില്ല, പൊസിഷൻ എടുത്ത് അങ്ങനെ ഇടായിരുന്നു. ഇനി മൂന്നാമത്തെ ഡിഫോൾട്ട് പാരാമീറ്റർ. ഇപ്പൊ ഞാൻ ഗ്രീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു നെയിം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേൽ എനിക്ക് ഇവിടുന്ന് ഡാറ്റ വേണം. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഡഫ് ഗ്രീറ്റ് നെയിം പ്രിന്റ് നെയിം. ഗ്രീറ്റ് എറർ അടിക്കും, കാരണം നമ്മൾ പൊസിഷൻ ആർഗ്യുമെന്റ് മാച്ച് ചെയ്തില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്ത് ഡീഫോൾട്ട് ആയിട്ടൊരു വാല്യൂ എടുത്തു, നെയിം അബ്ജിത്ത് കൊടുത്തു. അപ്പം എന്താ ഇനി ട്രൈ ചെയ്ത് നോക്കുന്നു, അബ്ജിത്ത് പ്രിന്റ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനോട് പറയണേ ഞാൻ ഇനിയിപ്പോ ഈ ഫംഗ്ഷൻ നിങ്ങളെ ഫംഗ്ഷൻ ആരെയും വിളിച്ച് പക്ഷെ എന്താ പറയുക നിങ്ങൾ കാര്യം ഡാറ്റ തന്നില്ലെങ്കിൽ എറർ ഒന്നും അടിക്കണ്ട, നമ്മളൊരു ഡീഫോൾട്ട് ആയിട്ടൊരു വാല്യൂ തരുന്നുണ്ട്, അതങ്ങോട്ട് കാണിച്ചു കൊടുത്തു, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ എന്താ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രിന്റ് ചെയ്ത ശേഷം റിട്ടേൺ ചെയ്യാം നെയിമിന്. അപ്പൊ നമ്മളിവിടെ ഈ ഗ്രീറ്റിന് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്തോ. അബ്ജിത്ത് ആദ്യത്തത് ഈ പ്രിന്റിന്ന് വരുന്ന അബ്ജിത്തും രണ്ടാമത്തെ അബ്ജിത്ത് റിട്ടേൺ വരുന്ന അബ്ജിത്ത് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പ്രിന്റ് ആണ് രണ്ടാമത്തെ പ്രിന്റ്. അപ്പൊ ഇതിന് മനസ്സിലായി, ഇതാണ് ഡീഫോൾട്ട് ആയിട്ടുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ എക്സാമ്പിൾ ഓരോരുത്തരുടെ നെയിമും ഏജും ഉണ്ട്, പക്ഷെ നെയിം എല്ലാ സമയത്ത് വരുന്നുണ്ട് വിചാരിച്ചു, പക്ഷെ ആ ഏജ് ചില സമയത്ത് വരില്ല. അങ്ങനെ ഏജ് വന്നില്ല, ഞങ്ങൾ ഒരു ഡീഫോൾട്ട് ആയിട്ട് 25 എടുക്കും. സേഫ്റ്റി നമ്മളങ്ങനെ പറഞ്ഞു. സോ പൊസിഷൻ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ മാറ്റർ. മറ്റേത് എന്താ പറയുക, നമ്മൾ കീവേഡ് പാരാമീറ്റർ വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ്ലി വി ആർ സെയിങ് നെയിം ഇന്നതാണ്. ഇനി മൂന്നാമത്തത് ബൈ മിസ്റ്റേക്ക് ഡാറ്റ വന്നില്ലെങ്കിൽ എറർ അടിക്കാൻ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്യും. ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ഈക്വൽ ടു ഗസ്റ്റ് കഴിഞ്ഞു. ഇനി നെയിം ഇല്ലെങ്കിൽ ഒരു എറർ അടിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് കാണിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഓവർറൈഡും ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്ത് പ്രിന്റ് തന്നെ ചെയ്യാണ്, ഗ്രീറ്റിന്റെ ഉള്ളില് നെയിമിനെ ഞാൻ മാറ്റി ലിയാൻ ആക്കി. അപ്പൊ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ആദ്യത്തത് പ്രിന്റ് ചെയ്ത്, അപ്പൊ നെയിം എന്താ അബ്ജിത്ത്, രണ്ടാമത്തെ പ്രിന്റ് ഈ പ്രിന്റ് അബ്ജിത്ത്. അതിനുശേഷം എന്ത് ചെയ്ത് ഇവിടെ കൺഫ്യൂഷൻ വരണ്ടേ, ഞാൻ ജസ്റ്റ് ഒരു പ്രിന്റ് പ്രിന്റ് ഇട്ടത്. ഇത് രണ്ടും വേറെയാണ്. ആദ്യത്തെ കേസാണ് ഇത്. രണ്ടാമത് നമ്മൾ ഗ്രീറ്റിംഗിൽ എന്ത് ചെയ്ത് ലിയാനെ വിളിച്ചാണ്ട് നമ്മൾ ഓവർറൈഡ് ചെയ്ത്. ഓവർറൈഡ് ചെയ്യുമ്പോൾ എന്ത് ഈ നെയിമിനെ ഫസ്റ്റ് പൊസിഷൻ ബേസ് ചെയ്ത് നമ്മൾ നോക്കും. പക്ഷേ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ഒരു ആർഗ്യുമെന്റ് കൊടുക്കുകയാണ് പറയുമ്പോൾ ഡിഫോൾട്ട് ഒരു പാരാമീറ്റർ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ പൊസിഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്തായി ഈ ലിയാനിന് ഫസ്റ്റത്തെ പൊസിഷനിലുള്ള നെയിമിലോട്ട് വന്നിട്ട് റൺ ചെയ്യും. അപ്പൊ എന്താ ഈ അബ്ജിത്ത് അങ്ങോട്ട് പോയിട്ട് ഈ വാല്യൂ ലിയാൻ ആയിട്ട് വരും, ലിയാൻ പ്രിന്റ് ചെയ്യും, ലിയാൻ റിട്ടേൺ ആവും, ഇവിടെ ലിയാൻ പ്രിന്റ് ആവും. അപ്പൊ അത് ക്ലിയർ ആയി. ഇതാണ് ഡിഫോൾട്ട് പാരാമീറ്റർ. ഇനി വേരിയബിൾ ലെങ്ത് പൊസിഷൻ ആർഗ്യുമെന്റ്, ഇതാണ് നാലാമത്തത് ഒരു പ്രധാനപ്പെട്ടത്. ഇനി വേറൊന്ന് വരുന്നത് കീവേഡ്. അപ്പൊ ഇത് ലാസ്റ്റത്തെ 4 കീവേഡ് ഒക്കെ ARGS ആർഗ്സ്. ഇവിടെ വരുന്നതോ ലാസ്റ്റത്തെ 4 കീവേഡ് ആർഗ്സ് എന്ന് പറഞ്ഞാൽ ആ കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ലാസ്റ്റത്തെ 4 കീവേഡ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇതിന്റെ പേര് വരുന്നത് വേരിയബിൾ ലെങ്ത് പൊസിഷൻ ആർഗ്യുമെന്റ്, വേരിയബിൾ ലെങ്ത് കീവേഡ് ആർഗ്യുമെന്റ്. അപ്പൊ വെച്ച് കഴിഞ്ഞാല് ഇതിന് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ബേസ് വരുന്ന വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആർഗ്യുമെന്റിലോട്ട് ചേർക്കും. ഇത് കീവേഡ് വെച്ചാണ്ട് വരുന്നതിന് നമ്മൾ കീവേഡ് ആർഗ്യുമെന്റിലോട്ടും പോകും. ഡയറക്റ്റ് ആയിട്ട് വരുന്നതിന് ഈ ആർഗ്യുമെന്റിലോട്ടും മറ്റേ ആർഗ്യുമെന്റിലോട്ടും പോകും. അപ്പൊ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നുള്ള ഈ ആർഗ്യുമെന്റിലുള്ള ഒരു ഗുണം നമ്മൾ ഇനി കുറച്ചും കൂടി അടുത്ത് വരുന്ന ഒരു സ്ലൈഡിൽ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തൽക്കാലം ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തത് എന്താ പൊസിഷൻ പാരാമീറ്റർ ആർഗ്യുമെന്റ്, രണ്ടാമത്തെ കീവേഡ് പാരാമീറ്റർ ആർഗ്യുമെന്റ്, മൂന്നാമത്തെ ഡിഫോൾട്ട് നമ്മൾ ജസ്റ്റ് ഒരു വാല്യൂ ഫിക്സ് ചെയ്ത് കൊടുക്കും. ഇനിയുള്ളത് ആർഗ്സും KW ആർഗ്സും, K ആർഗ്സും W ആർഗ്സും എന്താണുള്ളത് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യാണ്, ഇത് സ്കിപ്പ് ചെയ്യാണ്. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊസിഷൻ എന്താണ്, അപ്പൊ ഇതിൽ പൊസിഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സിൻടാക്സ് A, B നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് 1, 2 കറക്റ്റ് ആ പൊസിഷൻ ബേസ് ചെയ്താവും വരിക. കീവേഡ് നമ്മൾ ഇവിടെ എന്താ പറയുക കീ വാല്യൂ ആയിട്ട് കൊടുക്കും A1, B2.
ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് എം ടിയിൽ വിളിക്കും, അപ്പോൾ അവിടുത്തെ വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഫംഗ്ഷനിലെ ഒരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആൾസും കേഡബാസും അവിടെ നിൽക്കട്ടെ, കീവേഡ് ആർഗ്യുമെന്റ്സ് അവിടെ നിൽക്കട്ടെ. ഇനി ഇമ്പോർട്ടൻറ്റ് പൈത്തൺ കീവേഡ് വിത്ത് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷനിൽ വരുന്ന കീവേഡ്സ് ഒന്ന് ഡഫ് നമുക്കറിയാം, ഒന്ന് റിട്ടേൺ നമുക്കറിയാം. ഇനി റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ നൺ റിട്ടേൺ ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നൺ എന്ന് പറയാണ്ട് റിട്ടേൺ ചെയ്യാം. എന്താ വരുന്നു? ആദ്യത്തത് പേര് വരും, രണ്ടാമത്തെ നണ്ണ് വരും, മൂന്നാമത്തെ ഇവിടുത്തെ വാല്യൂ ഒക്കെ കറക്റ്റ് പ്രിന്റ് ആവശ്യം റിട്ടേൺ വരുമ്പോൾ നണ്ണ് വരും. അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം, ഈ ആ വാല്യൂ നണ്ണാണെങ്കിൽ വേറെ കാര്യം ചെയ്യാനൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അടിക്ക് കൂടെ അങ്ങനെ കൊണ്ടുപോവാം. അപ്പൊ എന്തായി? നണ്ണ് വേണം. പാസ് പ്ലേസ് ഹോൾഡർ ഇൻസൈഡ് ഫംഗ്ഷൻ പോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ പാസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈ ഫംഗ്ഷന് നമ്മളിപ്പോൾ വിളിക്കുന്നില്ല, പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കോഡൊക്കെ നമ്മൾ പിന്നെ ചെയ്ത് നമ്മൾ ചുമ്മാ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് ഫ്യൂച്ചർ പർപ്പസിന്. അത്രേ ഉള്ളൂ. പാസ് അത് പാസ് ചെയ്ത് വിടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ ഞാനിപ്പോൾ ഇങ്ങനെ റൺ ചെയ്ത ക്ലാസ് എന്താ പറയുക, എക്സ്പെക്റ്റഡ് ഇൻഡന്റേഷൻ ബ്ലോക്ക് ആഫ്റ്റർ ഫംഗ്ഷൻ ഓൺലി. പക്ഷേ ഇൻഡന്റേഷൻ ബ്ലോക്ക് ഇല്ലേ, ഇനിയിപ്പോൾ ഞാൻ എന്നാലും റൺ ചെയ്താൽ എന്താ വരുന്നു? ഇപ്പോൾ ഇൻഡന്റേഷൻ ബ്ലോക്ക് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന് ഒരു കംപ്ലീഷൻ വേണ്ട. ഇൻഡന്റേഷൻ്റെ ബ്ലോക്ക് ഇപ്പോൾ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ഈ കോൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അടിയിലോട്ട് പോകണം, ഇവിടെ കുറച്ച് കോഡുകൾ എഴുതണം. അത് ഫംഗ്ഷൻ്റെ റൂളാണ്. അപ്പോൾ അത് എഴുതാൻ എനിക്കിപ്പോൾ ഒന്നെങ്കിൽ എനിക്കിപ്പോൾ അത് എഴുതേണ്ടത് എന്താണ് അറിയില്ല, അല്ലാണ്ട് എനിക്കിപ്പോൾ അത് എഴുതാൻ താല്പര്യമില്ല. ഫ്യൂച്ചർ റെഫറൻസിന് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ജസ്റ്റ് പുട്ട് പാസ് അയച്ചോ, ഒരു പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അടിയിലോട്ട് പോവാം. നമുക്ക് തോന്നിയ മാതിരി എന്തൊക്കെ ഏതാണ് അടിയിലേക്ക് പോകാം. പാസ് ഇട്ടാളെ ബെനിഫിറ്റാണ്. ഇനി ഗ്ലോബൽ നമുക്ക് പറയാം. ഗ്ലോബലും കീവേഡ് ആർഗ്യുമെന്റും വേർഡ്സും നമ്മൾ പറയും. അപ്പോൾ ഈ ലാംഡ നമ്മളിപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്, ഒരു അനോണിമസ് ഫംഗ്ഷൻ സ്കിപ്പ് ചെയ്യാണ്. ഇപ്പോൾ അത്യാവശ്യമില്ല, നമ്മളൊരു ഫസ്റ്റ് പ്രൊജക്റ്റിന് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് അല്ല. ഗ്ലോബല് ഇത് മൂന്നെണ്ണം ഇനി പറയാൻ പെൻഡിങ്ങിൽ. പൊസിഷൻ ആർഗ്യുമെന്റ് ഞാൻ പറയാൻ പറഞ്ഞത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആർഗ്യുമെന്റും പാരാമീറ്റർ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് മൂന്നാണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് റിട്ടേൺ എന്താ, റിട്ടേണിന്റെ കൂടെ നമ്മൾ വാല്യൂ എന്താണ് കൊടുക്കുക. ഇവിടെ സ്ക്വയർ ആണെങ്കിൽ n 1 × 1 n × n ഒന്ന് പാസ് ചെയ്യുക, സ്ക്വയർ എടുക്കുക, റിട്ടേൺ ചെയ്യുക. ഇവിടെ തന്നെ നമുക്ക് ഈ റിട്ടേണിന്റെ അടുത്ത് തന്നെ നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്തിട്ട് നേരിട്ട് റിട്ടേൺ ചെയ്യാം. വേറെ ഇപ്പൊ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വേരിയബിൾ റിട്ടേൺ ചെയ്യാം. പക്ഷെ അപ്പോൾ ഒരു അനാവശ്യമായിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അതിന്റെ ആവശ്യം ഇല്ലാണ്ടെങ്കിൽ ആ സ്ഥലത്ത് തന്നെ അത് ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ n × n പറഞ്ഞ ആ ഒരു എന്താ പറയുക സ്ക്വയറിങ് അവിടെ ചെയ്യുക, റിട്ടേൺ ചെയ്യുക. വേരിയബിൾ ആവശ്യമില്ല. പാസ് ചെയ്യാൻ പറഞ്ഞു, യു വിൽ ഇംപ്ലിമെന്റ് ലേറ്റർ. അപ്പൊ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് ഗ്ലോബൽ എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ ഡഫ് ചേഞ്ച് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എക്സ് ഈ ഗ്ലോബൽ തൽക്കാലം നിങ്ങൾ മറന്നാല് എക്സ് 20 വെച്ച്, എന്നിട്ട് ചേഞ്ച് എക്സിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, എന്നിട്ട് പ്രിന്റ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാറ്റം വരില്ല. എക്സ് ഇപ്പോഴും 10 പ്രിന്റ് ആവുക. കാരണം എന്താ പറയുക, അപ്പൊ ആദ്യം നിങ്ങൾ നോക്കണം ഇത് നിങ്ങൾ. ഓക്കെ, നമുക്ക് കോഡിൽ നോക്കാം, കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പൊ ഞാൻ ഡഫ് ചേഞ്ച് എക്സ് എന്ന് പറഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്തു, എക്സ് 20 കൊടുത്തു, പ്രിന്റ് എക്സ് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു എക്സ്. ചേഞ്ച് അല്ല, പ്രിന്റ് നമ്മൾ ചേഞ്ച് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് കോൾ ചെയ്തത്. അപ്പൊ ആ വാല്യൂ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് റിട്ടേൺ വരാനൊന്നും ഇല്ലല്ലോ, നമുക്ക് പ്രിന്റിന്റെ ആവശ്യമില്ല. അപ്പൊ എന്തായി 20 വന്നു. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മള് ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലുള്ള എക്സ് ആണ് എത്രയാണ് അത് പ്രിന്റ് ചെയ്തു. ഇനി അതിന്റെ പുറത്ത് ഇതിന് യാതൊരു ഡൗട്ടും ഇല്ല, സിമ്പിൾ ആണ്. നമ്മൾ പ്രത്യേകിച്ച് ആർഗ്യുമെന്റ് ഒന്നും പാസ് ചെയ്യുന്നില്ല. ഞാൻ പ്രിന്റ് പോയിട്ട് എക്സ് പ്രിന്റ് ചെയ്തു. എന്താ എറർ നോക്കാം, 20 എറർ. അപ്പൊ ആദ്യം ഇത് കോൾ ചെയ്ത് അപ്പൊ ഈ എക്സ് വന്ന് 20 പ്രിന്റ് ആയി. അതിനുശേഷം നെയിം എക്സ് നോട്ട് ഡിഫൈൻ. നമ്മൾ ആക്ച്വലി എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇത് പൈത്തൺ പറയുന്നത് എക്സ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫംഗ്ഷനുള്ളിൽ എഴുതുന്ന സംഭവങ്ങളൊന്നും ഈ ഒരു 4 വരെയുള്ള സ്ഥലത്ത് പിന്നെ അങ്ങോട്ട് എത്ര ഉണ്ടോ അത്രേ സ്ഥലത്ത്, എത്ര ലൈനാണോ അത്ര, 1000 1,00,000 ലൈനാണോ അത്രയും ലൈനിലോട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം കിട്ടില്ല. അതിന് പറയുന്ന നമ്മളൊരു 2 വേർഡാണ്, ലോക്കൽ സ്കോപ്പ്, ഗ്ലോബൽ സ്കോപ്പ്.
അതൊക്കെ ഇന്റർവ്യൂ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ നമുക്ക് പ്രിപ്പറേഷൻ വേറെ തന്നെ വേറെ ലെവലിൽ ചെയ്യാം, പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെയൊക്കെ അടിപൊളി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഗ്ലോബൽ ക്വസ്റ്റ്യൻ, ലോക്കൽ, ഗ്ലോബൽ സ്കോപ്പ്, ലോക്കൽ സ്കോപ്പ് ക്വസ്റ്റ്യൻ പറയാൻ കൺഫ്യൂഷൻ. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ എഴുതിയ എല്ലാ സംഭവം അതിന്റെ ലോക്കലാണ്. ലോക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മള് ലോക്കൽ ആയിട്ടുള്ള പറയുമ്പോൾ അവൻ ഐ എടുക്കണ്ട. ആ ലോക്കൽ പറയുമ്പോൾ ആ ഒരു ഏരിയക്ക് ഉള്ളത് മാത്രമാണ്. അതാണ് ലോക്കൽ. അതാണ് ലോക്കൽസ് എന്ന് പറയില്ല നമ്മൾ, ആ നാട്ടിലുള്ള ആളുകളാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ എന്താ പറയുക, ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷന് മാത്രം കിട്ടുന്ന വരുന്നതാണ് ലോക്കൽ സ്കോപ്പ്. അതായത് എന്റെ ലോക്കൽ അവിടുത്തെ ആൾക്കാർ, ആ ഫംഗ്ഷന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുള്ളൂ. അതുമാതിരി ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേൾഡ് മൊത്തം കിട്ടുന്ന പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാവർക്കും കിട്ടും, അല്ലെങ്കിൽ ആ കൺട്രിയിലുള്ള എല്ലാവർക്കും കിട്ടും. അപ്പൊ ഈ പ്രിന്റ് എക്സ് കൊടുത്തപ്പോ എന്തുകൊണ്ട് കിട്ടിയില്ല? എക്സ് ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം ഈ എക്സ് എന്ന് പറയുന്നത് പുറത്താണ്, ഗ്ലോബല് സ്കോപ്പാണ്. ഈ ഗ്ലോബൽ സ്കോപ്പിൽ എക്സ് ഉണ്ടോ നോക്കാം. ഇവിടെ എക്സ് ഉണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, എക്സിന് ഒരു 100 ആയിട്ട് കൊടുക്കും, 1000 ആയിട്ട് കൊടുക്കും. ഇനി പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ആദ്യം 20 വന്ന്, അപ്പൊ നമ്മൾ ഇവിടെ ഒരു പ്രിന്റ് എംപ്റ്റി പ്രിന്റ് കൊടുക്കും, സ്പേസ് കിട്ടാൻ. ബെറ്റർ എന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കും. അപ്പൊ അത് ഇവിടെ പ്രിന്റ് ചെയ്യും. ഇത് വേറെ വേറെ ആണ്. ഇപ്പൊ ആദ്യം എന്ത് ചെയ്ത്, എക്സ് ചേഞ്ച് എക്സ് എന്ന് പറഞ്ഞാൽ അത് വിളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എക്സ് അങ്ങോട്ട് വന്ന് 20 പ്രിന്റ് ചെയ്ത്, എന്നിട്ട് പ്രിന്റ് ചെയ്ത് കൊടുത്താണ് പ്രിന്റ് എക്സും കൊടുത്തത്. അപ്പൊ എക്സ് 100. ഇനി നമുക്ക് തോന്നുകയാണ് ഈ ഒരു ഫംഗ്ഷൻ എപ്പോഴെങ്കിലും കോൾ ചെയ്യപ്പെട്ടാൽ പിന്നെ അങ്ങോട്ട് എക്സ് എന്ന് പറയുന്നത് 20 ആവണം ലോകം മൊത്തം. അഥവാ ഈ ഗ്ലോബലി 20 ആയിരിക്കണം. ഈ 1000 അങ്ങോട്ട് ഇല്ലാതാവും. ഇവിടെ വരെ ഉണ്ടാവും. ഇവിടെ ഞാൻ 1000 പ്രിന്റ് ചെയ്ത് വിചാരിച്ചത്, ഇവിടെ എക്സ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 വരും. പക്ഷെ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്ത്, ഫസ്റ്റത്തെ കേസിൽ ഒരു 1000 എക്സ് പ്രിന്റ് ചെയ്തു. അതിനുശേഷം ചേഞ്ച് എക്സ് വിളിച്ച് 20 ആയി. പിന്നെ എക്സ് വിളിച്ചപ്പോൾ 1000 തന്നെ വന്നു. ഇനി നമ്മൾ ഈ ലോക്കൽ സ്കോപ്പിലുള്ള എക്സിനെ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ലോക്കൽ ഒരാൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ അടിപൊളിയായിട്ട് എന്തോ സംഭവം ചെയ്ത് ലോകം മൊത്തം അറിയപ്പെട്ട എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താ, ഗ്ലോബൽ എക്സ് കൊടുക്കുക. അത് അങ്ങോട്ട് ഗ്ലോബലി അപ്രൂവ് ചെയ്യാൻ പോവാണ്. ഇനി എന്താ ഉണ്ടാണ് നോക്കുക. ഫസ്റ്റില് നമ്മൾ എന്ത് ചെയ്ത്, എക്സ് പ്രിന്റ് ചെയ്ത്. നമ്മൾ എപ്പോഴും ഓർക്കണം, പൈത്തൺ 11 ലൈൻ ബൈ ലൈൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരെ കഴിഞ്ഞു, എക്സ് പ്രിന്റ് ചെയ്തു, ഇതും പ്രിന്റ് ചെയ്തു. പിന്നെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതിയത്. ഇപ്പൊ മുന്നിപ്പോ നമ്മൾ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ നിന്നാണ് ഫംഗ്ഷനെ വിളിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടുന്ന് ഫംഗ്ഷൻ വിളിക്കപ്പെട്ടപ്പോഴാണ് ഗ്ലോബൽ സ്കോപ്പിലോട്ട് പോയത്. അപ്പൊ ഗ്ലോബൽ സ്കോപ്പിലോട്ട് പോയപ്പോ എന്തായി, എക്സ് 20 ഉള്ളത് നമ്മൾ ഈ എക്സിനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് 20 എല്ലായിടത്തും കൊണ്ടുപോയി. ഇനി നോക്കിക്കോ, ചേഞ്ച് എക്സ് വിളിച്ചപ്പോൾ എന്താ ഉണ്ടായി, 20 പ്രിന്റ് ചെയ്ത് ഇത് കഴിഞ്ഞു. അതിനുശേഷം ഈ സംഭവം കണ്ടിട്ട് പ്രിന്റ് എക്സ് കൊടുത്തപ്പോൾ അത് എത്രയായി, 20 ആയി. ഇതാണ് ഗ്ലോബൽ. നമ്മളെ ലോക്കൽ സ്കോപ്പിലുള്ള ഒരു വേരിയബിളിനെ നമ്മളെ ഗ്ലോബൽ സ്കോപ്പിലോട്ട് മാറ്റിയതാണ് കീവേഡ് ഗ്ലോബൽ എന്നാണ്. ഇത് പറയാനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നോക്കുകയാണെ, നമ്മൾ ഈ ഫംഗ്ഷൻ ഇവിടെ എഴുതി, എന്നിട്ട് നമ്മൾ ഇതിനെ വിളിച്ചു, അപ്പൊ 1000 തന്നെ വന്നു. ഒരു മാറ്റമില്ലല്ലോ. കാരണം ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതി വെച്ചിട്ട് ഒരു മാറ്റർ അല്ല. എപ്പോഴാണോ ഈ ഒരു സംഭവം നടക്കുന്നത്, എപ്പോഴാണ് അത് വിളിക്കപ്പെടുന്നത്, അതുവരെ അതിനൊരു വാല്യൂ ഇല്ല. അപ്പൊ ഇതിവിടെ കഴിഞ്ഞ് 1000 തന്നെ പ്രിന്റ് ചെയ്തു. അതിന് ശേഷം എന്തായി, ഈ ഫംഗ്ഷന് വേറെ ഫംഗ്ഷൻ ഞാൻ ഇവിടെ ആവശ്യമില്ല. ആദ്യം ഫംഗ്ഷൻ എഴുതിയതിനു ശേഷം എന്ത് ചെയ്ത്, നമ്മൾ ഈ എക്സ് ആണ് പ്രിന്റ് ചെയ്ത്, എക്സ് പ്രിന്റ് ചെയ്താണ് എന്ത് ചെയ്ത്, ഇത് ഇവിടെ കറക്റ്റ് ആക്കി. അതിനുശേഷം ഇതിനെ അങ്ങോട്ട് കോൾ ചെയ്തപ്പോഴാണ് ഇത് നടന്നത്. ഇത് നടന്നപ്പോഴാണ് ഗ്ലോബൽ എക്സ് ആക്കാൻ പറഞ്ഞ് എക്സ് 20 ആണെന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ എക്സ് ഇവിടെ പ്രിന്റ് ചെയ്ത് 20. എന്നിട്ട് എന്ത് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം ഇത് കഴിഞ്ഞു, വീണ്ടും പ്രിന്റ് എക്സ് വിളിച്ച്. ഗ്ലോബലിലുള്ള 1000 അല്ലേ വരേണ്ടത്, പക്ഷെ ഇത് 20 വന്നത്. കാരണം എന്താ, നമ്മൾ ഈ ഫംഗ്ഷൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇനി എക്സ് 20 ഇനി അങ്ങോട്ട്. അതാണ് സംഭവം. ലോക്കലി ഉള്ള ഡാറ്റ ഗ്ലോബലി കൊണ്ടുപോയി അപ്രൂവൽ കൊടുക്കുക എന്ന് പറഞ്ഞ മാതിരി. അത് സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ARGS ഉം AWRGS ഉം പഠിക്കുക. അപ്പൊ ആദ്യം നമ്മൾ നോക്കുകയാണ് എന്താണ് ഈ ആർഗ്സ് എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാർ. അപ്പോൾ ഇത് കുറെ ആൾക്കാർക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്,
ഇത് ഇങ്ങനെ തന്നെ എഴുതണം. സ്റ്റാർ ARGS ആക്ച്വലി ആ സ്റ്റാറിലാണ് കാര്യം. സ്റ്റാർ allow a function to accept any number of positional argument. റിമെമ്പർ പൊസിഷണൽ ആർഗ്യുമെന്റ് എന്താണ്? 1, 2, 3, സെയിം ആയിട്ട് മാച്ച് ചെയ്യുക. ആ പൊസിഷണൽ ആർഗ്യുമെന്റിന് എത്ര നമ്പറുകൾ 1, 2, 3, 4, 5, 6, ആ വാല്യൂസ് നിങ്ങൾ ആർഗ്യുമെന്റ് എന്താണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അതിന്റെ ഉള്ളിൽ ഇട്ടാല് നമ്മളെ ഫംഗ്ഷന്റെ ഉള്ളിൽ അതൊന്നും പോയിട്ട് A, B, C, D, E, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫംഗ്ഷനുള്ളിൽ ജസ്റ്റ് പോയിട്ട് സ്റ്റാർ ARGS. അപ്പൊ റിമെമ്പർ ARGSന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരുപാട് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എല്ലാം ടപ്പിൾസ് ആയിരിക്കും. അത് അങ്ങനെ തന്നെ ആലോചിച്ച റൂളാണ്. ARGS നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് ടപ്പിൾസ് ആയിരിക്കും. അപ്പൊ സ്റ്റാറിന് മീനിങ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൊസിഷണൽ ആർഗ്യുമെന്റ്സിനെയും കളക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ഇടാൻ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ARGS is a just name. അത് എവിടെ വെച്ച് നമ്പർ, സ്റ്റാർ ഡാറ്റ, സ്റ്റാർ എന്ത് സ്റ്റാർ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാ വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പില്ല നമുക്ക് എത്ര ഡാറ്റ വരും. ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഫോർമാറ്റ് നമ്പർ വിളിച്ചു നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ. ആ സമയത്ത് നമ്പർ മാത്രമേ പാസ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നുകൊണ്ട് കൂടെ ചെയ്യുന്നു, മൾട്ടിപ്പിൾ ആൾക്കാരുണ്ടാവുമല്ലോ പ്രൊജക്റ്റിൽ. അവൻ ഫോർമാറ്റ് നമ്പർ വിളിക്കുമ്പോൾ അവനക്ക് മൊബൈൽ നമ്പറും കൺട്രി കോഡും വേറെ തന്നെ അയക്കും. അങ്ങനത്തെ ഒരു കേസ് വന്നു. അപ്പൊ എന്റെ ഫംഗ്ഷൻ ഞാൻ എഴുതിയ ഫംഗ്ഷനോട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒറ്റ ആർഗ്യുമെന്റ് എടുത്താൽ മതി. അപ്പൊ എന്റെ ഫംഗ്ഷൻ ഒരു ഗുണമില്ലാത്ത ഫംഗ്ഷൻ ആയില്ലേ, ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എനിക്ക് മാത്രം ഉപയോഗിക്കാം. എനിക്കാണ് ഇനി ഫ്യൂച്ചറിൽ യൂസ് ചെയ്യണം, അതിന്റെ ആർഗ്യുമെന്റ്സും പാരാമീറ്റർ ഒക്കെ മാറ്റണം. സോ അങ്ങനത്തെ ഒരു കേസിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ARGS നല്ലൊരു ഓപ്ഷനാണ്. ആർഗ് വെച്ചുകൊണ്ട് നമുക്ക് എത്ര വാല്യൂസ് എടുക്കാൻ കഴിയും. അവനക്കും മാറ്റാം, എനിക്കും മാറ്റാം. സിമ്പിൾ ആണ്. ഒരു വാല്യൂ പാസ് ചെയ്യാം, 2 വാല്യൂ പാസ് ചെയ്യാം, 3 വാല്യൂ പാസ് ചെയ്യാം, 4 വാല്യൂ പാസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് നോക്കുക, സമ്മ ചെയ്യാണ്. ഒരുപാട് നമ്പേഴ്സിന്റെ ആ നമ്പേഴ്സിനെല്ലാം കൂടി സമ്മ ചെയ്യാണ് ARGS. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർഗ്സിന്റെ ഉള്ളിൽ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഡെഫ് നമുക്കറിയാം ആഡ് ഓൾ എന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ആർഗ്യുമെന്റ് കൊടുത്തു. ഇപ്രാവശ്യം നമ്മൾ ആർഗ്യുമെന്റ് സ്റ്റാർ ARGS, സ്റ്റാർ ഡാറ്റ, സ്റ്റാർ നമ്പേഴ്സ്, വാല്യൂസ് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ടോട്ടൽ 0 നമ്മൾ വെച്ച് ഇനി നമ്മൾ ഫോർ ലൂപ്പ് ഓടിക്കണം. അപ്പൊ നമ്മളിവിടെ ഫംഗ്ഷൻ ഒരു ബന്ധമില്ല. ഫോർ ലൂപ്പിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ARGS ടപ്പിൾസ് ആണ്. ടപ്പിൾസിന് നമുക്ക് ഫോർ ലൂപ്പിൽ ഓടിക്കാം. എന്താ പറയാ, സെറ്റ്, ടപ്പിൾസ്, ലിസ്റ്റ് നമുക്ക് ഫോർ ലൂപ്പിൽ ഓടാൻ പറ്റും. ഡിക്ഷണറി ഫോർ ലൂപ്പിൽ ഓടാൻ പറ്റും. നമുക്ക് അത് അറിയുന്ന കാര്യമാണ്. ഫോർ നമ്പർ ഇൻ ARGS അതിന്റെ അർത്ഥം എന്താ, ഓരോ വാല്യൂ ടപ്പിൾസ് അല്ലേ. ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ 10, 20, 30, 40 ടപ്പിൾസ് ആണ്. അതിൽ ഓരോ വാല്യൂസ് എന്താ 10, 20, 30, 40. ടോട്ടൽ പ്ലസ് ഈക്വൽ ടു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. I പ്ലസ് ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യണ, ടോട്ടൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്ലസ് നം. ടോട്ടൽ എത്ര മുകളിലുള്ളത് പ്ലസ് ഇപ്പത്തെ നമ്പർ എത്ര, അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ടോട്ടലിലോട്ട് വെക്കും. എന്നിട്ട് ആ റിട്ടേൺ ചെയ്യും. ലാസ്റ്റ് എല്ലാ ഫോർ ലൂപ്പിലുള്ള എല്ലാ വാല്യൂ ഓടി കഴിഞ്ഞാൽ റിട്ടേൺ ടോട്ടൽ. ഒന്ന് ആലോചിച്ച് നോക്കാം. ആദ്യം ടോട്ടൽ 0. ഫോർ നമ്പർ ഇൻ ARGS എന്ന് പറഞ്ഞാൽ ആദ്യം 10. അപ്പൊ എന്തായി, ഇപ്പൊ ടോട്ടൽ എത്ര, 0. 0ക്ക് 10 കൂട്ടിയാൽ 10. ഇങ്ങോട്ട് ടോട്ടൽ ഇപ്പൊ എത്ര ആക്കി, 10 ആക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഫോർ നമ്മിൻ ARGS അപ്പൊ എത്ര, 20. ടോട്ടൽ ഇപ്പൊ എത്ര, 20. 20 പ്ലസ് നമ്പർ എത്ര, അല്ല ആ ടോട്ടൽ ഇപ്പൊ എത്ര, 10. 10 പ്ലസ് നമ്പർ എത്ര, 20. അപ്പൊ 30. എന്നിട്ട് പിന്നെയും നമ്പർ എത്ര നോക്കും, 30. 30 വരുമ്പോ ഇപ്പൊ ടോട്ടൽ എത്ര, 10 പ്ലസ് 20, 30. 30 കൂടി, പക്ഷെ ടോട്ടൽ 30 ആണ്, നമ്മ 30 ആണ്, രണ്ടും കൂടി കൂട്ടി 60 വരും. എന്നിട്ട് എന്താ ഫോർ നമ്മിൻ ARGS 40. അപ്പൊ എന്താ ഇപ്പൊ എത്ര ടോട്ടൽ എത്ര വരുന്നത്, ഇത് മൂന്നും കൂട്ടിയാൽ 60 ആണ്. 60 പ്ലസ് 40 കൂട്ടി 100 പറഞ്ഞ് ടോട്ടൽ വെക്കും. അപ്പൊ ഈ ഫോർ ലൂപ്പ് ഇവിടെ റൺ ആയി കഴിഞ്ഞ് കംപ്ലീറ്റ് ആയ അടുത്ത ലൈനിലോട്ട് ഇറങ്ങും. ലൈൻ ബൈ ലൈൻ ആണ്. അപ്പൊ എന്താ പറഞ്ഞ്, റിട്ടേൺ ടോട്ടൽ എത്രയാണോ കിട്ടിയതാണ് റിട്ടേൺ ചെയ്ത് കൊടുത്താൽ. അപ്പൊ ആ വാല്യൂസ് നമ്മൾ ഇവിടെ റിട്ടേൺ ചെയ്ത് പ്രിന്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ ഇവിടെ പ്രിന്റ് ആവും. അപ്പൊ എന്താ ഇവിടെ ARGS എന്ന് പറഞ്ഞ ഒറ്റ കീവേഡ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ വാല്യൂസിനും കിട്ടി. അല്ലാതെ ഇവിടെ നമ്മളിപ്പോ ആഡ് ആള് 10, 20, 30, 40 പൊസിഷൻ ആർഗ്യുമെന്റ് വെച്ചാൽ ഇവിടെ അങ്ങനെ A, B, C, D ഇടണ്ടേ, അതിനൊരു മീനിങ് ഇല്ലല്ലോ. സോ നമ്മൾ എന്ത് ARGS ഉപയോഗിക്കും. നമുക്ക് ഇങ്ങനത്തെ ഏത് കേസിലും ലിസ്റ്റ്, ഇങ്ങനത്തെ ഏത് കേസിലും യൂസ് ചെയ്യാൻ നമുക്ക് അറിയാം ഫോർ ലൂപ്പ്. പക്ഷെ നമ്മൾ ടപ്പിൾസ് ആണ്, അതുകൊണ്ട് നമ്മൾ ടപ്പിൾസിൽ യൂസ് ചെയ്യുക. സോ നമ്മൾ ഇവിടെ ഫോർ ലൂപ്പ് ഹാൻഡിൽ ചെയ്തു. ഇനി നമുക്കറിയാം ടപ്പിൾസ് ആയാലും ലിസ്റ്റ് ആയാലും സെറ്റ് ആയാലും ഇതിനൊക്കെ നമുക്ക് സമ്മ്, ലെങ്ത്, അങ്ങനെ കുറെ ബിൽഡ് ഇൻ പൈത്തന്റെ ഓപ്പറേഷൻ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. മിന്, മാക്സ്,
അതൊക്കെ ARGS ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെ ടെസ്റ്റ് 1 2 3 പാസ് ചെയ്ത് ടെസ്റ്റിന്റെ ഫംഗ്ഷനിൽ ARGS നമ്മൾ പ്രിന്റ് ടൈപ്പ് ARGS ആണ്. അപ്പൊ എന്താ ഉണ്ടാകുന്ന അറിയോ, ഈ ഒന്നിന്റെ ടൈപ്പ് അല്ല നമ്മൾ ചോദിക്കുന്നത്. ARGS എന്താ, ടപ്പിൾസ് ആണ്. അപ്പൊ ഇവിടെ ടൈപ്പ് എന്താ പ്രിന്റ് ചെയ്യുക, ടപ്പിൾസ് പ്രിന്റ് ആവും. ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോ ടൈപ്പ് ടൈപ്പ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇവിടെ സ്റ്റാർ ഡാറ്റയാണ് വരുന്നത്. ഞാൻ ARGS ചെയ്തില്ല, കൺഫ്യൂഷൻ കുറയല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യാൻ പോണത് ടൈപ്പ് എന്തിന്റെ ഡാറ്റന്റെ. അവിടെ നമ്മൾ സ്റ്റാർ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഫെച്ച് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യേണ്ട ആവശ്യം, പ്രിന്റ് നമ്മൾ ഓൾറെഡി ചെയ്തല്ല. നമ്മൾ ടൈപ്പില് നമ്മൾ എന്ത് ചെയ്യും, 1, 2, 3 പാസ് ചെയ്യും ടപ്പിൾസ്. കാരണം എന്താ, ഈ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ടപ്പിൾസ് ആയിട്ട് ഈ 1 2 3 എടുത്ത് വെച്ച് അതിന്റെ ടൈപ്പാണ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയത്. അല്ലാതെ ഇത് ഓരോ വാല്യൂസ് അല്ല. ഒരു വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഫോർ ഐ ഇൻ ഡാറ്റ ദെൻ പ്രിന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്താണ്, ഫോർലൂപ്പിലെ കാര്യങ്ങളാണ്. പ്രിന്റ് ടൈപ്പ് ഐ കൊടുക്കും. അപ്പൊ ഇൻഡ് എന്താ, ഓരോ വാല്യൂസ് ആണ് ഇവിടെ നോക്കി ഫോർലൂപ്പിൽ ഇട്ടിട്ട്. ഇപ്പൊ ഇവിടെ സമ്മ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ പറയുക, വേറെ പരിപാടി ഇവിടെ നമ്മളിപ്പോ നോർമലി എങ്ങനെയാ സമ്മ ചെയ്യല്, സമ്മ് പ്ലസ് ഇസ് ഈക്വൽ ടു ഐ. എന്നിട്ട് നമ്മൾ ഇവിടെ ആദ്യം സമ്മിനെ 0 ആയിട്ട് വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ അല്ലേ. അതിന്റെ ആവശ്യമില്ല ആർഗ്സ് വരുന്ന സമയത്ത്. ആക്ച്വലി ആർഗ്സ് നമുക്ക് എന്ത് ചെയ്യാം, സമ്മ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കാം. പ്രിന്റ് സമ്മ് ഡാറ്റ ട്രൈങ് ആക്കുന്നു. ഇതിന് കുറവുണ്ട്, 6 വന്നു, 3 4 5 6. നമുക്ക് ലെന്ന് നോക്കാം. ഇതൊക്കെ നമ്മൾ ആക്ച്വലി വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് അറിയാം. ഇതൊക്കെ നമ്മൾ ടപ്പങ്ങൾ ആലോചിച്ചാൽ പോയി. നമ്മൾ ടപ്പിൾസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോസിലുള്ള ഓപ്പറേഷനാണ് ഇത്. എത്ര ഉള്ളൂ, ലെന്ന് ഡാറ്റ. ഇത് വേറെ പറയേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾ അവിടെ പഠിച്ച സാധനമാണ്. ഞാൻ ജസ്റ്റ് ഫംഗ്ഷനുള്ളിൽ എഴുതുന്നുള്ളൂ. 3 ഇത്ര 1 2 3 അതിൻ്റെ ലെങ്ത് ഇത്രേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ എഴുതാം. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടെങ്കിൽ നമ്മൾ ഈ ആർക്സിന്റെ ഉള്ളിൽ ഓരോന്ന് ലൂപ്പ് ചെയ്താൽ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കാണാൻ അതിന്റെ ആക്ച്വലി അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് സമ്മൺ കൊടുത്തുകൊണ്ട് ആ ആർക്സ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ പണ്ട് നമ്മൾ നോക്കിയൊരു കാര്യം ഉണ്ടായിരുന്നു. ആർക്സിന്റെ ഉള്ളിൽ ഡെഫ് ആള് ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞ സംഭവം, ഡെഫ് ആളില് ARGS ഉണ്ട്. റിട്ടേൺ ചെയ്യുന്നത് സമ്മ് ARGS. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും കൂടി സമ്മ് എടുത്തിട്ടാണ് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്ര 4 3 7 10 അത്രേ ഉള്ളൂ. നമ്മൾ ആർക്സും പറഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോ ഇവിടെ ആണെങ്കിൽ ഇവിടെ മറ്റേ സെയിം പറഞ്ഞ കോഡ് തന്നെ സമ്മിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ലൂപ്പായിട്ട് എഴുതാം. ആ സമ്മതിന്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് ബിൽഡിംഗ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ആർക്സ് ക്ലീൻ ആയി. ഇനി ഫൈൻഡ് മാക്സിന് ആൾ ഇൻപുട്ട് എന്താ വെച്ചാൽ ഇപ്പൊ പറഞ്ഞില്ലേ, ബിൽഡിംഗ് മെത്തേഡ് മാക്സ് മിന്ന് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്താ പറയാ, മിന്ന് പറയുമ്പോ മിന്നിൽ ഡാറ്റ ഒന്ന് വന്നു, ഇത്രേ ഉള്ളൂ. അതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. വി ക്യാൻ കമ്പൈൻ ആർക്സ് വിത്ത് അതർ പാരാമീറ്റർ, അതൊരു പോയിന്റാണ്. അപ്പൊ എന്താ വെച്ചാല് നമുക്കിപ്പോൾ ആർക്സ് ഉപയോഗിക്കാണ് പറഞ്ഞത്. അപ്പൊ അത് ആർക്സ് ഉപയോഗിച്ചാൽ എല്ലാം അതിനുള്ളിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പൊ നമ്മളിവിടെ പൊസിഷനിങ് ഇമ്പോർട്ടന്റ് ആണ്. പൊസിഷൻ ആർഗ്യുമെന്റിന് വെച്ചാണ് നമ്മൾ ആർക്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഗ്രീറ്റ് ഹാളിൽ ഹലോ ആലിസ് ബോബി ചാർലി ഉണ്ട്. അപ്പൊ ഗ്രീറ്റ് ഹാൾ എന്ത് ചെയ്ത് നമ്മൾ ഗ്രീറ്റിംഗ് ആദ്യം കൊടുത്തു, ഇങ്ങോട്ട് നെയിംസ് കൊടുത്തു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ വാല്യൂ പൊസിഷൻ, റിമെമ്പർ ഫസ്റ്റത്തെ വാല്യൂ നമ്മൾ എടുത്ത്, രണ്ടാമത്തെ വാല്യൂ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ ഫസ്റ്റത്തും പിന്നത്തുള്ള വാല്യൂ ഡിഫറൻസ് എന്താ, ഫസ്റ്റത്തെ ഗ്രീറ്റിംഗ് ആണ്, ഹലോ ഹൗ ആർ യു, ആ ഒരു ലെവലിലാണ് നിൽക്കണേ. രണ്ടാമത്തെ 3ാമതും 4ാമതും ആലിസ് ബോബ് ചാർലി നെയിം ആണ്.
അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഗ്രീറ്റിങ്ങിനെ വേറെ തന്നെ എടുത്തിട്ട് നെയിംസിനെ വേറെ തന്നെ എടുത്തു. ഞാൻ രണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ മാനേജ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്ത് പ്രിന്റ് നമ്മൾ ഫോർ നെയിമിങ് നെയിംസ് ഫോർ ലൂപ്പ് ഓടിയാത്ത ടപ്പിൾസിന്റെ ലൂപ്പിൽ ഓടിയിട്ട് ഗ്രീറ്റിംഗ് നമ്മൾ എഫ് സ്ട്രിങ്ങിൽ ഇട്ട് ഗ്രീറ്റിംഗ്. അപ്പൊ എന്താ ഗ്രീറ്റിങ്ങിനെ കേളി ബ്രാക്കറ്റിൽ ഇട്ട വാല്യൂ വരും ഹലോ, ഹലോ കോമ ആലിസ്, ഹലോ കോമ ബോബ്, ഹലോ കോമ ചാർലി. ആ ഒരു സ്ട്രക്ചർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ARGS ഉപയോഗിക്കുമ്പോൾ നമ്മൾ പൊസിഷൻ ആർഗ്യുമെന്റ് വെച്ചുകൊണ്ട് നമുക്ക് എത്ര വാല്യൂസ് ആണോ ആദ്യത്തത് വേണ്ടത് അത്ര ഇപ്പൊ ഗ്രീറ്റിങ്ങിനെ ചെയ്ത് കാണിച്ചത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ എന്താ പറയാ ഇനിയും കുറച്ചുകൂടി വാല്യൂസ് ആഡ് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10 10 വന്നു. എന്നിട്ട് ഞാൻ ഇവിടെ പറയണേ 1 2 3 ഓക്കെ. then values ഇവിടെ കഴിഞ്ഞു. കീബോർഡിൽ എന്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ട് നോക്കാം. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത്. ഡെഫ് ടൈപ്പിൽ 1 2 3 വാല്യൂസ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1 2 3 ഇതിൽ വരും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അതിന് വാല്യൂസ് ഇവിടെ ഇത് കൊടുക്കാം. മിന്ന് വാല്യൂസിന്റെ മിന്ന് ഏകദേശം ടൈപ്പിലത്തെ 4 വരേണ്ടത്. നമുക്ക് പ്രിന്റില് 1 2 3 നോക്കാം. നമുക്ക് ഇവിടെ ഒരു empty പ്രിന്റ് കൊടുത്തെടുക്കാം. അല്ല നമുക്ക് ജസ്റ്റ് എന്താ പറയുക അങ്ങനെ കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് 4 പ്രിന്റ് ആയി. വാല്യൂസ് എന്ന് പറഞ്ഞത് ഇത് പ്രിന്റ് ആവില്ലല്ലോ, സോറി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതാണ് പ്രിന്റ് ആയത്. പിന്നെ വാല്യൂസിന്റെ ഏറ്റവും ചെറുത് വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 2 3 കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പൊസിഷൻ വെച്ച് മനസ്സിലാക്കുകയാണ്. 1 2 ഇത് ഈ ഇത് പിന്നിപ്പോ നമുക്ക് ഇവിടെ കെ എൽ ടീണാക്കാം. നമുക്ക് അതേപോലെ ഇവിടെ കെ കോമ എൽ കോമ ടീണാക്കിയിട്ട് പ്രിന്റ് ചെയ്യാം. 1 2 3 അതുപോലെ വിചാരിക്കേണ്ട വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മൾ നോക്കുന്നത് ഒന്നാമത്തത് കെയിലോട്ട് പോകും, രണ്ടാമത്തത് 1 പോകും, മൂന്നാമത്തത് ഇങ്ങോട്ട് ടീയിലോട്ട് പോകും. കെ എൽ ടി അത് മൂന്നും കഴിഞ്ഞിട്ടുള്ളതാണ് വാല്യൂസ്. അതിൽ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് 4 അല്ലേ, അത്രയല്ലേ ഉള്ളൂ വാല്യൂസിൽ. ഇനി പിന്നെ ഇത് പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യണതുണ്ട് 1 2 3. എന്ന് വെച്ചാൽ നമുക്ക് പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. എത്ര വേണേലും കൊടുക്കാം, പക്ഷെ അതുവരെ പൊസിഷൻ മാച്ച് ആവണം. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ളത് ARGSലാണ് കൊടുക്കാം. ബാക്കിയുള്ള മൊത്തം അതിലാണ് കയറി പോകും. ഇനി നമുക്ക് ഇതിനെ മാത്രം അപ്പൊ ഇത് മൂന്നും വേറെ തന്നെ വെച്ചിട്ട് ഇതിന് മാത്രം സംഭവമാണ്. അപ്പൊ അങ്ങനെ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊക്കെയാണ് ആർഗ്യുമെന്റ്. റൂൾസ് ഉണ്ട്. റൂൾസ് പറഞ്ഞാൽ മസ്റ്റ് കം ആഫ്റ്റർ നോർമൽ പാരാമീറ്റർ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ടുകാണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൽ ലോജിക്ക് ഇല്ല. കാരണം ആവശ്യമുള്ളതൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ളതാണ് ഇതിലോട്ട് വരുന്നത്. ഇവിടെ ഇപ്പോ നമുക്കറിയാം ഈ ഒരു സാധനത്തിൽ എല്ലാ സാധനവും കയറി പോകുന്നു. അപ്പൊ ഇതിൽ മൊത്തം ഇത് ഫുള്ള് കയറിപ്പോയി. അതിനുശേഷം ഇനി കെയും ഐയും ഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലോജിക്ക് ഉണ്ടോ? എറർ വന്നത് കോളന്റേതായിരുന്നു. നമുക്ക് ചെക്ക് ചെയ്ത് തോന്നാലും ഉണ്ടെങ്കിൽ ഐ മിസ്സിംഗ് 3 റെക്കോർഡ് കീ ഓൺലി ആർഗ്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെ എൽ ടി ഇപ്പൊ എന്താണ് ആക്ച്വലി പൈത്തൺ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ വാല്യൂസ് എന്ന് പറയുന്നത് ഇതിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് എടുത്തു. കാരണം ഇതിന്റെ മാക്സ് ഞാൻ പ്രിന്റ് ചെയ്ത് കാണിച്ചത്. പ്രിന്റ് ആവാൻ ചാൻസ് ഇല്ല, പ്രിന്റ് ആവില്ല. കാരണം ഇവിടെ തന്നെ എറർ അടിച്ചില്ലേ. അപ്പൊ പൈത്തൺ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് അറിയോ? നിങ്ങൾ പൊസിഷൻ പഠിച്ചാൽ മനസ്സിലായി. ആ പൊസിഷൻ അല്ല അത് എല്ലാം കൂടി എങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇതാണ്. അപ്പൊ ഞാൻ എനിക്കറിയാം, ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ആർഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ KWRGS പറഞ്ഞ കീവേഡ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് അത് കൊടുക്കുക. അല്ലെങ്കിൽ കീ വാല്യൂ മാത്രം കീവേഡ് പ്രോപ്പർ ആയിരിക്കണം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഇവിടെ വന്നിട്ട് K = 100 കൊടുത്തു. ഇത് രണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് K എന്ന് കൊടുക്കുക. അപ്പൊ എന്താ ഉണ്ടാകുന്നത്? അപ്പോൾ
ഓക്കെ, എന്താ പറഞ്ഞേ, എൽ നോട്ട് ഡിഫൈൻഡ് ആയി ഇവിടെ. ഇപ്പൊ ഇവിടെ എന്താണ് അറിയോ, ആദ്യം വാല്യൂസിലെ മിന്ന്, വാല്യൂസിലെ മാക്സ്. വാല്യൂസിലെ മിന്നിന് പറയുന്നത് 1, വാല്യൂസിലെ മാക്സ് പറയുന്നത് 10. അത് കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് പ്രിന്റ് കെ. ഇവിടെ കെ എത്രയാണ്, 1000 ഉണ്ടല്ലേ. അപ്പൊ കീവേഡ് വാല്യൂ നമ്മൾ ഡിഫോൾട്ട് ആയിട്ടുള്ള കീവേഡ് വെച്ചുകൊണ്ട് വാല്യൂ കൊടുക്കുന്നത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഈ ആക്സിന് ശേഷം. പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധനം, പൊസിഷൻ വെച്ചാണ്ട് ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, പൊസിഷൻ നോക്കുന്ന പരിപാടി ഇല്ല. പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ സംഭവം KWARGS, അത് നമ്മൾ എടുത്തിട്ടില്ല പറയാം, ഇതും അക്സെപ്റ്റ് ചെയ്യും. ഇതിപ്പോ എറർ അടിക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അതിന് പ്രോബ്ലം ഇല്ല, ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ല, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഓൺലി ഹാവ് 1 ആർഗ് പെർ ഫംഗ്ഷൻ. അപ്പൊ വെച്ച് കഴിഞ്ഞാല് ഇവിടെ പോയിട്ട് ഞാൻ ഇപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോയിട്ട് ഡേറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു, അത് അക്സെപ്റ്റ് ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് അപ്പിയർ ഓൺലി വൺസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒന്നേ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും, കാരണം ഒന്ന് തന്നെ എല്ലാ വാല്യൂ എടുക്കൂല, പിന്നെ എന്ത് 2, അത്ര ആലോചിച്ചാൽ മതി. ഇൻസൈഡ് ഫംഗ്ഷൻ ആർഗ്സ് ബിഹേവിയറിലേക്ക് ടപ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ടപ്പിൾസ് ആണ്. നമ്മളിവിടെ ഉണ്ടല്ലേ, നമ്മളിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ആർഗ്സ് ഉപയോഗിക്കാം വെച്ചാൽ അൺനോൺ നമ്പർ ഓഫ് ഇൻപുട്ട്. ഇപ്പൊ എനിക്കറിയില്ല നാളെ ഫോർമാറ്റ് നമ്പറിൽ ഞാൻ എന്റെ ഫ്രണ്ട് എത്ര വാല്യൂ പാസ് ചെയ്ത് കൊണ്ടുവരും, പാരാമീറ്റർ ആർഗ്യുമെന്റ് ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കൺഫ്യൂഷൻ ഉള്ള സമയത്ത് ജസ്റ്റ് യൂസ് ചെയ്യുക ARGS അല്ലെങ്കിൽ KWRGS. മാത്ത് ഫംഗ്ഷൻസ്, സം, ആവറേജ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, മിൻ ഫംഗ്ഷൻ, മാത്സ് എല്ലാം. അതേമാതിരി നമ്മൾ ഗ്രീറ്റിംഗ്, ഫോർമാറ്റിംഗ്, മെനി നെയിംസ്, ഞാൻ പറഞ്ഞില്ല നമ്മളിങ്ങനെ ചുമ്മാ ആയിട്ട് പ്രോപ്പർ ആക്കുന്ന സമയങ്ങളൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഗ്രീറ്റിംഗ് ഒരുപാട് ആളുകളാണെങ്കിൽ ആ ഗ്രീറ്റിംഗ് ഒറ്റട്ടം മതി, പിന്നെ ബാക്കിയുള്ള നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ചെയ്തെടുത്ത് കൊടുക്കാം, അവർ കൺസെപ്റ്റ്. ഇനി നമുക്ക് KWARGS അഥവാ കീവേഡ് വാല്യൂ ലെങ്ത് ആർഗ്യുമെന്റ്. പക്ഷെ ലെങ്ത് ആണ് ഇപ്രാവശ്യത്തെ വീഡിയോസ്. ഞാൻ 2 വീഡിയോ ആക്കി ചെയ്യാൻ വിചാരിക്കുന്നത്. തൽക്കാലം നമുക്ക് ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, മറ്റത് ഇനി ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടും, ചിലപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോൻ്റെ സെയിം ഡേ തന്നെ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ബൈ, സി.